أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. السلام عليكم ورحمة الله وبركاته. നൂറുൽ ഖുർആൻ അക്കാദമി സംഘടിപ്പിക്കുന്ന നൂറുൽ ഹയാത്ത് റമദാൻ സ്പെഷ്യൽ തജ്വീദ് ക്ലാസ്സിലേക്കാണ് നാം ഓരോരുത്തരും ഒത്തുകൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാ, എല്ലാ പ്രിയ സഹോദരിമാരെയും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ന് മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരിയായ മാലിമ, നൂറുൽ ഖുർആൻ അക്കാദമിയുടെ വൈസ് പ്രിൻസിപ്പൽ ഷാഹിന അബ്ദുള്ള മാമിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സഹോദരിമാരെ, തജ്വീദോടുകൂടി ഖുർആൻ പാരായണം ചെയ്യൽ നിർബന്ധമാണോ? മുഹമ്മദ് ബിനു അൽ ജസരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ബൈത്തിൽ പറയുന്നുണ്ട്, തജ്വീദോടുകൂടി ഖുർആൻ ഓതൽ ഏറ്റവും നിർബന്ധമായ കാര്യമാണ്. അത് ചെയ്യാത്തവർ തെറ്റുകാരനാണ് അഥവാ പാപിയാണ്. അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്, ഏതൊരുവൻ ഖുർആനിലെ അക്ഷരങ്ങൾ നന്നാക്കി നിയമവും പാലിച്ച് പാരായണം ചെയ്യുവാനുള്ള കഴിവും അവസരവും ലഭിച്ചിട്ടും അവന്റെ ധിക്കാരമോ അഹങ്കാരമോ ദുരഭിമാനമോ നിമിത്തം അവൻ പഠിക്കാൻ തെറ്റോടുകൂടി തന്നെ പാരായണം തുടർന്നാൽ, അവൻ പഠിക്കാതെ തെറ്റോടുകൂടി തന്നെ പാരായണം തുടർന്നാൽ അവൻ പാപിയാണ്. അള്ളാഹുവിന്റെ വചനത്തോട് കാണിക്കുന്ന അനീതിയും സത്യസന്ധത ഇല്ലായ്മയുമാണ് അത്. സുബ്ഹാനല്ലാഹ്. സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ വിണ്ണിലേക്ക് ഇറങ്ങിയ മാസമാണ് റമദാൻ. ഈ ഒരു സെഗ്മെന്റ് ഇൻഷാ അല്ലാഹ് നൂറുൽ ഖുർആൻ അക്കാദമി ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേരിലേക്ക് തജ്വീദിന്റെ ഇൽമ് എത്തണമെന്നും അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങൾ സഹോദരിമാരെ കാത്തിരിക്കുന്നുണ്ടെന്ന ബോധ്യമാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. ഒട്ടും അറിയാത്ത സഹോദരിമാരിലേക്ക് ഇതിന്റെ ഇൽമ് പ്രചരിപ്പിക്കലും അതുപോലെ തന്നെ അല്പം ഇൽമുള്ളവർക്ക് ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട് അല്ലെങ്കിൽ അറിയാനുണ്ട് എന്ന ബോധം സൃഷ്ടിക്കലുമാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സുകളുടെ ഉദ്ദേശം. എല്ലാ പ്രിയ സഹോദരിമാരും ഇതിൽ നിന്ന് ഫായിദ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഒട്ടും വൈകാതെ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രിയ മാലിമ ഷാഹിന മാമിനെ വിഷയാവതരണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് സൂറത്തു ത്വലാഖിന്റെ 4ാമത്തെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു ഖൈറ. അൽഹംദുലില്ലാ. ആയിഷ നസ്രൻ. അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ്. അപ്പൊ സഹോദരന്മാരെ, നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം അല്ലേ? അപ്പൊ എല്ലാവരും സൂറത്തു ത്വലാഖ് ഒക്കെ എടുക്കുക. അൽഹംദുലില്ലാ. അപ്പോ നമുക്ക് ഇന്ന് പാരായണം ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ തജ്വീദ് റൂൾസ് ഒക്കെ നമുക്ക് പറഞ്ഞു നോക്കാനുള്ളത് 5 ആയത്ത് വരേക്കും ലാസ്റ്റ് ക്ലാസ്സിൽ മുഅല്ലിമ പാർട്ട് 3 നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. നിങ്ങൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? അൽഹംദുലില്ലാ. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ 6ാമത്തെ ആയത്ത് മുതൽക്കാണ്. എല്ലാ സഹോദരിമാരും വിശുദ്ധ ഖുർആനൊക്കെ അടുത്ത് വെക്കുക, ഓപ്പൺ ആക്കി വെച്ച് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. ഇതിൽ തജ്വീദ് അറിയുന്ന സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ ബിഗിനേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും യോജിക്കുന്ന രീതിയിലാണ് നമ്മൾ പറയണത്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചു പോയിട്ടുള്ള ഭാഗങ്ങളായിരിക്കാം, എന്നാൽ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം അല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. ഇപ്പോ നമ്മുടെ ആയിഷ മൗലിമ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിശുദ്ധ ഖുർആന്റെ തജ്വീദ് പഠിക്കുക എന്നത് ആളുകൾ തീരെ പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു വിഷയം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒരു മാറ്റം കേരളത്തിൽ പോലും വന്നു തുടങ്ങിയിട്ട്. കുറേ ഇൽമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഇതിനൊന്ന് അംഗീകരിക്കാനോ അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കി പാരായണത്തിൽ കൊണ്ടുവരണമെന്നോ
പലരും ചിന്തിക്കുന്നില്ല. അത് നമുക്ക് വേണ്ട. ആരെങ്കിലും ഒരാള് മാത്രമേ അത് പൂർണ്ണമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പഠിക്കാൻ കഴിവുണ്ടായിട്ടും നമ്മളത് പഠിക്കാതിരിക്കുന്നതിലാണ് പ്രയാസമുള്ളത് അല്ലേ? അപ്പോ നമ്മൾക്ക് ഒരുപാട് കഴിവുകളുള്ള സഹോദരിമാരും കുടുംബിനികളൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും. പല വിധേനയും ദുനിയാവിലെ പല കാര്യത്തിലും വിജയം കൈവരിച്ച പലരും ആയിരിക്കാം. നിങ്ങള് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മളുടെ കുടുംബങ്ങളിലേക്കും നമ്മളുടെ കുഞ്ഞു മക്കളിലേക്കും സഹോദരിമാർക്കും ഒക്കെ പകർന്നു കൊടുക്കാനുള്ളൊരു വലിയ ഭാഗ്യമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. അല്ലേ? നിങ്ങൾക്കറിയാം ഇത് സഹീഹായിട്ടുള്ളൊരു കാര്യമാണെന്ന് അറിയാം. ഞാനിപ്പോ ഈ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഏറ്റവും നല്ലവർ ആരാണ്? വിശുദ്ധ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നമ്മള് ഖുർആൻ പാരായണം ചെയ്യുമ്പോ എങ്ങനെ പാരായണം ചെയ്യണം? തർത്തീലോടുകൂടെ പാരായണം ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ? തർത്തീലോടുകൂടെ പാരായണം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിശദീകരണത്തിൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാം. ആ ഇങ്ങനെ തജ്വീദുൽ ഹുറൂഫി വ മഅരിഫത്തുൽ വുഖൂഫി അല്ലെ? ഹർഫുകളെ നമ്മൾ എന്ത് ചെയ്യണം? യഥാർത്ഥമായിട്ടുള്ള മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. അതിന് നൽകേണ്ട എല്ലാ സിഫാത്തുകളും കൊടുക്കണം. അപ്പൊ നമ്മൾ ഓതുന്ന സമയത്ത് ഈ മഖ്റജുകളൊക്കെ കറക്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ടോ? അതുപോലെ തന്നെ സിഫാത്തുകളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ? അതുപോലെ കറക്റ്റ് നമ്മൾ വഖഫ് ചെയ്യുന്നുണ്ടോ? ഇബ്തിദായ് ചെയ്യുന്നുണ്ടോ? തുടങ്ങുന്നതിന് നമ്മൾ ഇബ്തിദായ് ചെയ്യാന്ന് പറയും അല്ലെ? വഖഫ് ചെയ്യുന്നുണ്ടോ? ഇബ്തിദായ് ചെയ്യുന്നുണ്ടോ? അതൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ തർത്തിലോടുകൂടെ പാരായണം ചെയ്യാന്നുള്ള വിഷയത്തിൽ നിന്നും തെന്നിപ്പോവും. അതുകൊണ്ട് എല്ലാം മനസ്സിലാക്കി പാരായണം ചെയ്യലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അള്ളാഹ് ഈ ഒരു തജ്വീദോടുകൂടെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ നമ്മള് ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഖത്തമുൽ ഖുർആനിന്റെ ഈ ഹലഖകളിലൊക്കെ നിന്ന് പഠിക്കുവാണ്. പല സഹോദരിമാരും എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ വിഷയം മനസ്സിലാക്കാതെ ധൃതി പിടിച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് ഇൽമ എത്തിപ്പെടാത്തത് കൊണ്ട് അവർക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട്. ചിലവർക്ക് ഇതുവരെ ഒരു അവസരം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ നമ്മള് തജ്വീദോട് കൂടെ ഒരു ആയത്തോ ഒരു സൂറത്തോ ഓതലാണ് ഏറ്റവും ഹൈർ. നമ്മൾ എന്ത് ചെയ്യാ, മുഴുവൻ തെറ്റായി പാരായണം ചെയ്യുന്നതിനേക്കാളും ഹൈർ എന്താണ്? ഒരു ആയത്തോ ഒരു സൂറത്തോ വൃത്തിയായി പാരായണം ചെയ്യലാണെന്ന് പല കൗലുകളും വന്നിട്ടുണ്ട്. അപ്പോ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള തജ്വീദ് നമ്മളെ തജ്വീദ് കോഴ്സുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നല്ല വൃത്തിയിൽ ഓതന്റിക് സോഴ്സിൽ നിന്നും എടുക്കുന്ന അറിവുകൾ മാത്രം സ്വീകരിക്കുക. അല്ലാതെ നമ്മൾ കുറേശ്ശെ പഠിക്കും അല്ലെ? അത് അപ്ലൈ ചെയ്യാനും എങ്ങനെയെന്ന് അറിയില്ല. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും മറന്നു പോകും. ഇങ്ങനെയുള്ള കുറേ വിഷമങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സഹോദരിമാരും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മാർഗദർശനമായി തന്നിട്ടുള്ള അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അതിലൂടെ നമുക്ക് എന്തുണ്ട്? ജീവിതത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരവുണ്ട്. നമ്മൾക്ക് വിജയം കൈവരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല മുന്നിൽ തന്നിട്ടുള്ളതാണ് വിശുദ്ധ ഖുർആൻ അല്ലേ? അൽഹംദുലില്ലാ. അപ്പോ ഇൻഷാ അള്ളാഹ് എല്ലാ സഹോദരിമാരുടെയും പ്രാധാന്യം മനസ്സിലാക്കി പഠിച്ചു മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. 6ാമത്തെ ആയത്താണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇൻഷാ അള്ളാഹ്. അപ്പോ ഞാൻ അടുത്ത ഇടായിട്ട് കുറച്ച് ക്ലാസ്സുകൾ ഇങ്ങനെ ഇതാക്കുമ്പോ ശ്രദ്ധിച്ചതാണ്, ചിലർ ഓതുന്ന സമയത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് അപ്പൊ അവർക്ക് നൂനു സാക്കിന മീമു സാക്കിന റൂളൊക്കെ അറിയാം, അവര് പഠിച്ചിട്ടുണ്ട്, അവിടെ പല രീതിയിലും പഠിച്ചിട്ടുണ്ട്. കുറേശ്ശെ ആയിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് പറയണു. പക്ഷെ എന്നിരുന്നാലും എവിടൊക്കെയാണ് മണിക്കുന്നത്, എവിടൊക്കെയാണ് ആ കൂട്ടി പെട്ടെന്ന് പറയേണ്ടത്, വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടത്, അതായത് വെളിവാക്കേണ്ട സ്ഥലങ്ങൾ എവിടൊക്കെയാണ്, മണിച്ചുച്ചരിക്കേണ്ട സ്ഥലങ്ങൾ എവിടൊക്കെയാണ്, എവിടൊക്കെ നീട്ടണം, പല കാര്യങ്ങൾക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിലെ പല കാര്യങ്ങളുണ്ട്, ഹുക്കുമുകൾ, പല ഹക്കാമുകൾ വന്നിട്ടുണ്ട് അല്ല, നിയമങ്ങളുണ്ട്, തജ്വീദ് റൂൾസ് ഉണ്ട്. എന്നിരുന്നാലും പലർക്കും എന്തറിയില്ല, എവിടൊക്കെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയാത്തൊരു വിഷമാണ്. പിന്നെ പല അക്ഷരങ്ങളെയും എവിടെയാണ് സമയം കൊടുത്തുച്ചരിക്കേണ്ടത്. നമ്മൾ ചില സ്ഥലത്ത് പെട്ടെന്ന് ധൃതി പിടിച്ചിട്ട് ഓടുകയൊന്നും ചെയ്യില്ല അല്ലെ? പല പ്രത്യേക ഇതുള്ള സ്ഥലങ്ങൾ നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ പ്രത്യേകമാക്കപ്പെട്ട സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്കറിയാം. അവിടെ എന്നെ പോലെ ഓതണം എന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണു, ഇതൊക്കെ മറന്നുകൊണ്ട് പാരായണം ചെയ്യാണ്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും സ്പീഡ് കുറച്ചിട്ട്, തഹ്ഖീഖോട് കൂടെ ഏറ്റവും സ്പീഡ് കുറച്ചിട്ട് വേണം ഓതി പഠിക്കാൻ വേണ്ടിയിട്ട്. തജ്വീദ് നമ്മൾ ഇങ്ങനെ ക്ലിയർ ആക്കും തോറും ആദ്യം നമുക്ക് മഖ്റജും സിഫാത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഒരു ആയത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞു കുഞ്ഞു വാക്കുകളിൽ ഇതെല്ലാം അപ്ലൈ ചെയ്ത് നോക്കി നോക്കുക. ഓരോന്നും ആയിട്ട് പഠിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും. ഇൻഷാ അള്ളാ. അപ്പൊ 6-ാമത്തെ ആയത്ത് എല്ലാവരും വായിച്ചു നോക്കിയിരുന്നോ? എല്ലാവരും പാരായണം ചെയ്തിരുന്നോ? നമുക്ക് നോക്കി നോക്കാം. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു ആയത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതില് വെളിവാക്കണ്ട സാക്കിനായ നൂനും സാക്കിനായ മീമും വരുന്ന സ്ഥലത്തുള്ള ആദ്യം അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അൽഹംദുലില്ലാഹ്. അപ്പൊ ഇവിടെ ആദ്യം തുടങ്ങുന്നത് അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജിദികും. ഇവിടെ ഇപ്പൊ നമ്മള് സാക്കിനായ അക്ഷരങ്ങളെ നമുക്കൊന്ന് എടുത്തു നോക്കി നോക്കാം. സാക്കിനായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സുകൂൻ നൽകപ്പെട്ട അക്ഷരങ്ങളെയാണ് നമ്മള് സാക്കിനായ അക്ഷരങ്ങൾ എന്ന് പറയാം. ഓക്കെ. അപ്പൊ ഹറക്കത്ത് നൽകപ്പെട്ട അക്ഷരത്തെ നമ്മൾ എന്ത് പറയും? ഹറക്കത്ത് നൽകപ്പെട്ട അക്ഷരങ്ങളെ മുത്തഹർരികത്തായ അക്ഷരങ്ങൾ എന്ന് പറയും. ഓക്കെ. സാക്കിനായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സുക്കൂൺ നൽകപ്പെട്ട അക്ഷരങ്ങളെ പറയുന്ന പേരാണ്. അതുപോലെ മുത്തഹർരികത്തായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാല് ഹറക്കത്ത് നൽകപ്പെട്ട അക്ഷരങ്ങൾ. എന്താണ് ഹറക്കകള്? ഏതൊക്കെയാണ് ഹറക്കകൾ? എല്ലാവർക്കും അറിയോ? ചിലർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ 2 ലൈൻസ് കാണുന്നതും അതുപോലെ മേലെ 2 വരയും താഴെ 2 വരയും ഒക്കെ നമ്മൾ എന്ത് പറയും? ഹറക്കത്ത് എന്ന്. അതിനൊക്കെ പ്രത്യേക ഒരു പേരുണ്ടല്ലേ? പഠിച്ച ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. എന്നാലും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും കൂടെ പറയാണ്. നമ്മളെല്ലാം ഹറക്കത്തല്ല. ഹറക്കത്തിൽ ആകെ കൂടെ വരും എന്തൊക്കെയാണ്? ഫത്ഹ വരും, കെസ്റ വരും, ദമ്മ വരും. നിങ്ങൾക്ക് അറിയാലോ അല്ലെ? ഏതൊക്കെയാണ്? ഫത്ഹ, കെസ്റ, ദമ്മ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആദ്യത്തെ കലിമയിൽ നിന്നും നമുക്കത് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ എല്ലാവരും. ഏതൊക്കെയാണ്? ഈ ഹംസിന്റെ മുകളിൽ കാണുന്നത് എന്താണ്? ദിസ് ഈസ് ഫത്ഹ. ഇതാണ് ഫത്ഹ. ഇത് കെസ്റയാണ്. ഇത് ദമ്മയാണ് അല്ലെ? ഇതിനെ പറയുന്നത് ഈ 3 പേരും ഒരു ഗ്രൂപ്പിന്റെ ആൾക്കാരാണ്. മനസ്സിലായോ? ഫത്ഹ, കെസ്റ, ദമ്മ. അപ്പൊ ഈ ഹർക്കത്ത് നൽകപ്പെട്ട അക്ഷരങ്ങളെ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം? മുത്തഹർരികത്തായ അക്ഷരങ്ങൾ, ഹറക്കത്ത് നൽകപ്പെട്ട അക്ഷരങ്ങൾ എന്ന് പറയാം. എന്നാൽ ഈ 3 ഓരോന്നിനും ഓരോ പേര് പറയും. ഫത്ഹ നമുക്ക് മഫ്തൂഹ എന്ന് പറയാം, മക്സൂറ എന്ന് പറയാം, മദ്മൂമ എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ ഈ 3 കൂടി പറയുന്ന പേരാണ് നമ്മൾ മുത്തഹർരിക എന്ന് പറയാം. മുത്തഹർരികത്തായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഹറക്കത്ത് നൽകപ്പെട്ട അക്ഷരങ്ങൾ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിനുള്ളിൽ ഇവിടേക്ക് എടുക്കുന്നുണ്ട് സീനിന് എന്താണ്? സീനിന് എന്താ അവസ്ഥ? സീനിന് സുക്കൂനാണ് അല്ലെ? ഈ സീനിന് സുക്കൂനാണ്. അപ്പൊ ഈ സീൻ എന്താണ്? ഹറക്കത്ത് നൽകപ്പെട്ട അവസ്ഥ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് സാക്കിനായിട്ടുള്ള അവസ്ഥയാണ്. സീനിന് എന്താണ്? സുക്കൂനാണ്. അപ്പൊ ഇവിടെ സുക്കൂൻ നൽകപ്പെട്ട സീനാണ് എടുക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നമ്മള് അസ്കിനു, അസ്കിനു. ഇവിടെ ഒരു മദ് ഉണ്ട്. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മാം പഠിപ്പിച്ച മദ്ദിന്റെ ചാപ്റ്ററിൽ പഠിപ്പിച്ചിട്ടില്ലേ? എത്ര മദ് നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് കസർ ചെയ്യല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 2 ഹറക്ക നമ്മൾ നീട്ടും. 2 ഹറക്ക നമ്മൾ നീട്ടിയാണ് ഉച്ചരിക്കുക. അസ്കിനു ഹുന്ന. ഇതെന്താണ്? ഹറക്കയാണോ ഓർ സാക്കിനാണോ? ഇതെന്താണ്? ഹറക്കയാണ് അല്ലെ? ദമ്മയാണ്. അപ്പൊ മുത്തഹർരികത്തായ അക്ഷരമാണ് ഈ നിൽക്കുന്നത്. ആണല്ലോ? മുത്തഹർരികത്ത ഹറക്ക നൽകപ്പെട്ട അക്ഷരമാണ്. അതെന്താണ്? മദ്മൂമ. നമ്മൾ ദമ്മ നൽകപ്പെട്ട അക്ഷരമാണ് ഈ നിൽക്കുന്നത്. അപ്പോ അസ്കിനൂഹുന്ന. ഇതെന്താണ്? നൂൻ മുഷദ്ദദ. നൂനാണിത്. നൂൻ എന്ന ലെറ്ററിന്റെ മുകളിൽ എന്ത് ഈ കാണുന്ന ഈ സൈനിന്റെ പേരെന്താണ്? ചിലർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഇത് ശദ്ദയാണോ മദ്ദാണോ? അപ്പൊ മദ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മദ്ദല്ല. ഇതപ്പോ എന്താണ്? ശ്രദ്ധയാണ് അല്ലെ? അപ്പൊ ഇത് ശ്രദ്ധയാണ്. ശ്രദ്ധന്റെ സൈൻ ഇങ്ങനെയുള്ള ഒരു സൈനാണ് അല്ലെ? ഇങ്ങനെയുള്ള സൈനാണ്. അപ്പൊ ഈ ഒരു സൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം ഇവിടെ ഡബിൾ ലെറ്റർ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. 2 സാക്കിൻ ആയിട്ടുള്ള ഒരു ലെറ്ററും ഹർക്ക നൽകപ്പെട്ട ഒരു അക്ഷരവും കൂടി നിൽക്കുമ്പോഴാണ് ശ്രദ്ധ നൽകപ്പെട്ട രീതിയിൽ കാണുക. അപ്പൊ നമുക്ക് എന്തൊക്കെ മനസ്സിലായി ഇപ്പോ? ഹറക്ക മനസ്സിലായി, സുക്കൂന് മനസ്സിലായി, ശ്രദ്ധ മനസ്സിലായി അല്ലെ? അപ്പൊ ഈ ഒരു അവസ്ഥയിലൊക്കെ ഖുർആനിൽ നമുക്ക് അക്ഷരങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. ഇനിയുണ്ട്, നമുക്ക് നോക്കാം. അപ്പോ ഇവിടെ മാത്രം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഈ സീനിന്റെ അവസ്ഥ, സീനിന് നമ്മൾ സുക്കൂൻ വരുന്ന സമയത്ത് കുറച്ച് ടൈം കൊടുത്തിട്ടാ നമ്മൾ പറയാം. റഹാവ എന്ന് പറയും അല്ലെ? കുറച്ച് അല്പം നമ്മള് സമയം മഹ്റജിൽ നമ്മൾ കൊടുക്കും. സീനിന്റെ മഹ്റജ് എവിടെയാണ്? നാവിന്റെ തുമ്പ്
നമ്മൾ താഴെ മുൻപല്ലിന്റെ പല്ലിന്റെ ആ ഒരു പല്ല് കിളിർത്ത് വരുന്ന സ്ഥലം അല്ലെ, ആ ഭാഗത്തോട് ചേർന്നിട്ടാണ് സീനിന്റെ മഹ്റജ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അറിയാം, നാവിന്റെ തുമ്പ് ആ ഭാഗത്തേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അസ്കിനൂഹുന്ന പ്രൊനൗൺസ് ചെയ്ത് നോക്കൂ പതുക്കെ. അ ഹംസ ഫത്ഹ അ, നോട്ട് ആ ആ ഷദീദാക്കി പറയും, ഇങ്ങനെ കനപ്പിച്ച് പറയരുത്. ചില ആൾക്കാർ ഔദു പറയുമ്പോ തന്നെ ഔദു ഔദു അല്ലെ, ഔദു ആ ആ ഹെവി ആക്കിട്ടാ പറയാ. അങ്ങനെ നമ്മളിങ്ങനെ വായി നിറച്ച് പറയുന്ന ഒരു അക്ഷരമല്ല അത്. ഹംസ ഒരു ലൈറ്റ് ലെറ്റർ ആണ്, ഹെവിനെസ് ഉള്ള അക്ഷരമല്ല, ഇസ്തിഫാലിന്റെ അക്ഷരമാണ്. അപ്പൊ അ അ ഓക്കെ. അസ്കിനൂഹുന്ന എസ് എസ് ടൈം കൊടുക്കുക. അസ്കിനൂഹുന്ന മിൻ, അവിടെ മീമിന് എന്താണ് അവസ്ഥ? ഇത് മുത്തഹർരിക്കത്താണോ സാക്കിനാണോ മീമ്? ഇത് ാണ്, നൂനിന് സുക്കൂനാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഒരായത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് എപ്പോഴും ചിലപ്പോ നൂനിന്റെ മുകളിൽ ഇതുപോലെ സുക്കൂനിന് കാണപ്പെടണം എന്നില്ല. ഇത് എന്തുകൊണ്ടാ? ചിലർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് അങ്ങനെ ഈ സുക്കൂന് കാണപ്പെടാത്തത്? ഇപ്പൊ ഡിഫറെന്റ്, ഈ നൂന് എന്ന് പറഞ്ഞതും മീം എന്ന് പറഞ്ഞ അക്ഷരങ്ങള്, നൂൻ മീം ഹൈഷൂമിൽ നിന്നും അല്ലെ, നമ്മുടെ ഈ ഒരു നേസൽ സൗണ്ട്, ഈ നാസാദ്വാരങ്ങൾ അല്ലെങ്കിൽ മൂക്കിന്റെ ആ ഒരു ഉള്ളിലൂടെ ശബ്ദം പുറത്തു വരികയാണ് അല്ലെ. അങ്ങനെ വരുന്ന രണ്ട് മഹ്റജ് ഉണ്ട് അവർക്ക്, നൂനായാലും മീമായാലും. പകുതി മൂക്കിൽ നിന്നും പകുതി നാവിന്റെ തുമ്പിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ് നൂനെങ്കിൽ, മീം എന്താണ് അവസ്ഥ? പകുതി മൂക്കിൽ നിന്നും പകുതി നമ്മുടെ ചുണ്ടിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ്. അപ്പൊ മിൻ എന്ന് പറയുമ്പോൾ മീമും നൂനും ഇവർ രണ്ടുപേരും ചില സമയത്ത് ഇവരുടെ മുകളില് സുക്കൂന് കാണാം, ചില സമയത്ത് ഇവരുടെ മുകളില് സുക്കൂന് കാണില്ല. അതാണ് നമ്മൾ പറഞ്ഞത് മീമു സാക്കിന നൂനു സാക്കിനത്തു വ തൻവീൻ, ഇവര് രണ്ടുപേരുടെയും ഇവരുടെ രണ്ടുപേരുടെയും കാര്യത്തില് കുറച്ചേറെ റൂൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ചില സ്ഥലത്ത് നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കണം, ഈ നൂനിന്റെ ശബ്ദം ഇവിടെ വ്യക്തമാക്കി ഉച്ചരിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണിച്ചു തരാം. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ നൂനിനെ ഇവിടെ ക്ലിയർ ആക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. ഈ നൂനിന്റെ മുകളിൽ സൈന് കണ്ടു കഴിഞ്ഞാൽ നൂനിനെ മിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ഹാ, ഈ ഹാ ആണ് അതിന്റെ റീസൺ ആയിട്ട് വരുന്നത്. ഹാ എന്നുള്ള ലെറ്റർ, ഇത് ലെറ്റർ ഏതാണ്? ഹാ എന്നുള്ള ലെറ്റർ ആണ് അല്ലെ. എഴുത്തില്ല, അതായത് ഒരു കലിമ തുടങ്ങുന്ന സമയത്ത് ഹാനെ ഇങ്ങനെയാണ് എഴുതുക അല്ലെ. ചില സിസ്റ്റേഴ്സിന് അറബി അക്ഷരങ്ങളൊക്കെ അവർക്ക് അറിയാം, എന്നാൽ ഈ എഴുത്തിൽ വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആണ്. ഈ ഹാൻ എങ്ങനെ അറിയും, ജീമിന് എങ്ങനെ അറിയും എന്നൊക്കെ. അപ്പൊ എളുപ്പമാണ്, ഹാൻ എഴുതുന്ന സമയത്ത് ഹാന്റെ ഈ ഹെഡാണ് ഇവിടെ കണ്ടോ, ഈ ഹാ എന്നുള്ളതിന്റെ ഹെഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ജീം ആണെങ്കിൽ ജീമിന് ഒരു പുള്ളി ഉണ്ടായിരിക്കും, ഹ ആണെങ്കിൽ അതിന് മുകളിൽ ഒരു പുള്ളി ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നോക്കാം, ഇവിടെ നമ്മൾ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു മിൻ ഹൈസു. ഇപ്പൊ നൂനിനെ അവിടെ നമ്മൾ ക്ലിയർ ആക്കി പറഞ്ഞു, മിൻ മിൻ. ഒരു ഇൻ ബിറ്റ്വീൻ കുറച്ച് സമയം ഒന്ന് മഹ്റജിൽ ഹോൾഡ് ചെയ്യാം. നമ്മുടെ നാവിന്റെ തുമ്പ് മേലെ മുൻപല്ലിന്റെ പല്ല് കിളിർത്ത് വരുന്നതിന്റെ തൊട്ട് മുകളിലായിട്ടുള്ള ആ ഊനിലാണ് സ്പേസ് വരിക നൂനിന്റെ. മിൻ മിൻ. ഓക്കെ, ഈ മീ എന്നുള്ളതിൽ ക്ലിയർ ആക്കി പറയാണ്ട് ചിലര് മിൻ മിൻ എന്ന് പറയും. മിൻ അല്ല, മീ മീ. കെസ്റയുടെ ശബ്ദം നന്നായിട്ട് കേൾക്കണം. മിൻ ഹൈസു. ഇപ്പൊ നൂനു സാക്കിനയുടെ റൂള് പറയുമ്പോഴും മീമു സാക്കിനയുടെ റൂള് പറയുമ്പോഴും ഒക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? അപ്പോ പ്രൊസീഡിങ് ലെറ്റർ നൂനിനായാലും മീമിനായാലും അതിന്റെ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരം. ഇപ്പൊ നൂനിനെ നമ്മൾ ഇവിടെ കണ്ടു, അതിന് തൊട്ട് മുമ്പുള്ള ആളാരാണ്? മീമാണ്. അതുപോലെ ഇവിടെ ഒരു നൂനിനെ കണ്ടു, ഈ നൂനിന്റെ തൊട്ട് മുമ്പുള്ള ആളാരാണ്? കാഫ് ആണ്. ഇതിവിടെ നൂന് കണ്ടു, ഈ നൂനിന്റെ മുമ്പുള്ളത് മീമാണ്. അപ്പൊ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ ഹറക്കനെ നമ്മൾ നല്ല ക്ലിയർ ആക്കി പറയണം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊസീഡിങ് ലെറ്ററിനെ നല്ല നല്ല ക്ലിയർ ആക്കി പറഞ്ഞാൽ തന്നെ ഇവിടെ ഉച്ചാരണം കുറെയൊക്കെ ശരിയാവും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് ലെറ്ററിന്റെയും ഹറക്കയാണ്. നെക്സ്റ്റ് ലെറ്ററിന് അപ്പോ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെയും തൊട്ടു ശേഷമുള്ള അക്ഷരത്തിന്റെയും ഹറക്ക വളരെ പ്രാധാന്യം കൊടുക്കണം. അവർ രണ്ടുപേരും ക്ലിയർ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉച്ചാരണം കറക്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ചില ആൾക്കാര് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ ഹറക്ക പരിഗണിക്കുന്ന ഒരു ക്ലിയർ ആക്കാതെ കംപ്ലീറ്റ് ഇല്ലാതെ, ഹറക്കനെ കംപ്ലീറ്റ് ഇല്ലാതെ, ഇപ്പോ ഫത്ഹ ആണെങ്കിൽ ഇപ്പോ ഹംസ ഫത്ഹ എന്നുള്ളത് കേൾക്കൂല, പകുതി മുറിഞ്ഞ മാതിരി പറയും. അല്ലെ ഹ എന്നുള്ളത് പകുതി മുറിഞ്ഞ മാതിരി ഒരു പെട്ടെന്ന് പോവും. അപ്പോ
ഏത് റൂള് നമ്മൾ പറയുമ്പോഴും നൂനിന്റെ ആയിക്കോട്ടെ മീമിന്റെ ആയിക്കോട്ടെ റൂള് പറയുമ്പോൾ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ ഹറക്ക തൊട്ടു ശേഷമുള്ള അക്ഷരത്തിന്റെ ഹറക്ക കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ മിൻ ഹൈസു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. മീ മിൻ ഹൈസു. ഇവിടെ നൂനിനെ ക്ലിയർ ആക്കിയത് ഈ തൊണ്ടയിൽ നിന്നും വരുന്ന ഈ അക്ഷരമായത് കൊണ്ടാണ്. ഹ എന്നുള്ള അക്ഷരത്തിന്റെ മഹ്റജ് വരിക നമ്മുടെ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നുമാണ് ഹ എന്നുള്ള അക്ഷരം പുറപ്പെടുന്നത്. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നുമാണ് ഹ എന്നുള്ള അക്ഷരം പുറപ്പെടുന്നത്. അതുകൊണ്ട് ഈ നൂനിനെ നമ്മൾ ഇവിടെ വ്യക്തമാക്കി ഉച്ചരിച്ചു. മിൻ ഹൈസു. ഹൈസു. യ എന്നുള്ള അക്ഷരം നിങ്ങൾക്കറിയാം ലീനിന്റെ അക്ഷരമാണ് അല്ലെ. യാ വാവ്. യാ ആൻഡ് വാവ് ഈ രണ്ടക്ഷരം സുക്കൂനായി വരികയും തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ നൽകപ്പെടുകയും ചെയ്താൽ നമ്മൾ ഇവിടെ ലീൻ എന്നൊരു സിഫ കൊടുക്കുവാണ്, മയപ്പെടുത്തി ഉച്ചരിക്കുവാണ്. ഹൈസു. ഹൈസു. ഓക്കെ, മിൻ ഹൈസു. അപ്പൊ ഇവിടുന്ന് ഇതുവരെ ഒന്ന് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. അസ്കിനൂഹുന്ന മിൻ ഹൈസു അല്ലെ. ആ നൂനിനെ എല്ലാവരും സ്ട്രെസ് ചെയ്യണം. നൂനിനെ എല്ലാവരും സ്ട്രെസ് ചെയ്യണം. ശബ്ദല്ലേ, അപ്പൊ നമ്മൾ നന്നായി സ്ട്രെസ് ചെയ്തിട്ട് പറയണം. അസ്കിനൂഹുന്ന മിൻ ഹൈസു. ഓക്കെ, ഇനി അടുത്ത് നമ്മള് സകൻതും അങ്ങനെയാണ് പറയുന്നത്. സീൻ ഫത്ഹ. ഇത് മുത്തഹർരിക്കത്തായ അക്ഷരമാണ്. നെക്സ്റ്റ് മുത്തഹർരിക്കത്തായ അക്ഷരമാണ്. നെക്സ്റ്റ് നൂനിന്റെ മുകളിൽ സുക്കൂനിനെ കാണാനില്ല അല്ലെ. സുക്കൂനിനെ കാണാനില്ല. അപ്പൊ അതിനർത്ഥം ഈ നൂനുമായിട്ടും മീമുമായിട്ടും റൂളിംഗ് ഉണ്ട്. നമ്മൾ പല റൂൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. നൂനിനെ ചില സ്ഥലത്ത് നൂനിന്റെ ശബ്ദത്തെ വ്യക്തമാക്കി അൻ എന്ന് പറഞ്ഞിട്ട് പറയേണ്ടി വരും. ചില സ്ഥലത്ത് നൂനിനെ നമ്മൾ അങ്ങനെ നമ്മൾ ഹൈഡ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ആ നൂനിന്റെ ശബ്ദം പൂർണ്ണമായിട്ടും നമ്മൾ അടുത്ത അക്ഷരത്തിലേക്ക് കൊടുക്കേണ്ടി വരും, ഇദ്ഗാം ചെയ്യേണ്ടി വരും. അപ്പൊ മെർജ് ചെയ്തിട്ട് പറയേണ്ടി വരും. അങ്ങനെ നൂനുമായിട്ടും മീമുമായിട്ടും ഒരുപാട് റൂൾസ് പഠിക്കാനുണ്ട്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഖുർആനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നൂനിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടെങ്കിൽ എപ്പോഴും ആ നൂനിനെ നമ്മൾ ക്ലിയർ ആക്കി പറയും. ചില സിസ്റ്റേഴ്സ് മിൻ ഹൈസു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. മിൻ ഹൈസു. അവിടെ നമ്മളിങ്ങനെ നൂനിനെ ഒരുപാട് മണിച്ച് പറയേണ്ട ആവശ്യമില്ല. നൂനിന് എപ്പോഴും ഇൻ ബിറ്റ്വീൻ ടൈം ആണ്. തവസുത്തിന്റെ അക്ഷരമാണ് മീം അല്ലെ. അപ്പൊ നമ്മൾ ഇൻ ബിറ്റ്വീൻ ഒരു ടൈമാണ് മഖ്റജിൽ കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് സമയം മിൻ അത്ര പറഞ്ഞാൽ മതി. മിൻ മിൻ അല്ലാതെ മിൻ മിൻ അങ്ങനെ പറയില്ല. അത് റോങ് ആണ്. അപ്പൊ ഇവിടെ നോക്കാം, ഈ നൂനിന് ശേഷം ത എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. ത എന്ന അക്ഷരമാണ് വന്നിട്ടുള്ളത്. ത എന്നുള്ള ലെറ്റർ വന്നു കഴിഞ്ഞാൽ നൂനിന്റെ റൂളില് നൂനിനെ ഹൈഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൂനിനെ ഹൈഡ് ചെയ്യണം എന്നാണ്, ഇഖ്ഫ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ സകൻതും. സകൻതും എങ്ങനെയാണ് ഇഖ്ഫ സാധ്യമാകുന്നത്? അപ്പോ നൂനിന്റെ മഖ്റജിൽ നമ്മൾ പൂർണ്ണമായിട്ട് നാവ് കൊണ്ട് വെക്കൂല. നൂനിന്റെ മഖ്റജില് പൂർണ്ണമായിട്ടും നാവിന്റെ തുമ്പ് കൊണ്ട് വെക്കാതെ നമ്മൾ ത എന്ന അക്ഷരത്തിന്റെ മഖ്റജിലോട്ട് നാവിന്റെ തുമ്പ് നീട്ടണം. ത എന്ന അക്ഷരത്തിന്റെ മഖ്റജിലോട്ട് നാവിന്റെ തുമ്പ് നീട്ടിയിട്ട് സകൻതും അടുപ്പിച്ചിങ്ങനെ വെക്കുക. നൂനിന്റെ മഖ്റജിന്റെ നൂനിങ്ങനെ മണിക്കലും ഒരേ സ്ഥലത്ത് നടക്കണം. എന്നാൽ ത എന്നുള്ള അക്ഷരത്തിന്റെ മഖ്റജ് എവിടെയാണ്? നാവിന്റെ തുമ്പ് മേലെ മുൻപല്ലിന്റെ പല്ല് കിളിർത്ത് വരുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ത എന്ന് പറയാ അല്ലെ. മഖ്റജ് അവിടെയാണ് വരിക. അപ്പൊ നമ്മള് സകൻതും. സകൻതും. അപ്പൊ നൂനിൽ തട്ടിക്കുകയും ചെയ്യൂല, എന്നാൽ താന്റെ മഖ്റജിലേക്ക് നമ്മളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് പറയുമ്പോ കറക്റ്റ് വരും. ആ തൂ എന്നുള്ളതിനും ക്ലിയർ ആക്കണം, കാഫ് ഫത്ഹ ക എന്നുള്ളതിനും ക്ലിയർ ആക്കണം. അല്ലാതെ ചിലര് സകൻതും അങ്ങനെ പറയും, വായ തുറക്കാതെ ഒരു ക്ലിയർ ആക്കാതെ ഹറക്ക കംപ്ലീറ്റ് ചെയ്യാണ്ട് പറയും. അപ്പൊ അത് ചെയ്യാൻ പാടില്ല. സകൻതും. ഓക്കെ, ഇനി നോക്കിയേ മീം ആൻഡ് മീം. മീം ആൻഡ് മീം നമ്മള് മലയാളത്തിൽ തന്നെ കൂട്ടക്ഷരങ്ങൾ കണ്ടിട്ടില്ലേ? കൂട്ടക്ഷരങ്ങള് അല്ലെ. പറയാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കൂട്ടക്ഷരങ്ങളെ നമ്മള് ഭാഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ മീമും മീമും അതുപോലെ നൂനും നൂനും അടുത്തടുത്ത അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരേപോലത്തെ അക്ഷരങ്ങൾ അടുത്തടുത്ത് വരുമ്പോ അതിനെ നമ്മൾ പ്ലസ് ആക്കിയിട്ട് പറയും. ഈ മീമും തമ്മിൽ ഒരു പ്ലസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ രണ്ടുപേരും കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ഇവിടെ ഈ രണ്ടുപേരും കൂട്ടി യോജിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഒരു ശ്രദ്ധ വന്നിട്ടുണ്ട് അല്ലെ. ഒരു ഇവിടെ എന്താണ് ഇദ്ഗാം സംഭവിച്ചിട്ടുണ്ട്, മെർജ് ആയതുകൊണ്ട്. ഇവിടെ ഇദ്ഗാം സംഭവിച്ചതിനാൽ ഇവിടെ ഇപ്പൊ ഈ സെക്കൻഡും എന്നുള്ള മീമും ഇപ്പുറത്തുള്ള മീമും തമ്മിൽ എന്താക്കണം? മെർജ് ചെയ്യണം. അപ്പൊ മെർജ് ചെയ്തപ്പോ കൂട്ടി യോജിപ്പിച്ചപ്പോൾ ഇവിടെ രൂപപ്പെട്ട ഒരു
സൈൻ ആണ് ഷദ്ദ എന്ന് പറഞ്ഞ സൈൻ. ഷദ്ദ എന്ന് പറഞ്ഞിട്ടുള്ള സൈൻ. അപ്പൊ നമ്മൾ ഇവിടെ ഓതുന്ന സമയത്ത് നന്നായിട്ട് മണിച്ചിട്ട് നമ്മൾ ഓതണം. തൊട്ടടുത്ത അക്ഷരം കൂടെ നമുക്ക് പറയാം, അതിനുശേഷം ഓതി നോക്കാം. ഈ നൂനിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടോ? ഇല്ല അല്ലെ? സുക്കൂൻ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ നൂനിന്റെ റൂൾ ഉണ്ട്, ഏതോ ഒരു റൂളാണ്. പക്ഷെ ഇതുപോലെ ക്ലിയർ ആക്കലല്ല, വ്യക്തമാക്കിയിട്ട് നൂനിനെ മിൻ എന്ന് പറഞ്ഞിട്ട് പറയലല്ല. പകരം വാവ് എന്ന അക്ഷരമാണ് ഇവിടെ വന്നിട്ടുള്ളത്. വാവ് എന്ന അക്ഷരം വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം തന്നെയാണ്, പക്ഷെ നാഖിസ് ആയിട്ടാണ്. ഭാഗികമായിട്ട് നമ്മൾ മെർജ് ചെയ്യണം, ഇതിലേക്ക് ചേർക്കണം, ഇതിലേക്ക് ചേർത്ത് പറയണം. പക്ഷെ പൂർണ്ണമായിട്ടല്ല. ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ ഒന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. കാരണം മീം നൂൻ എന്ന അക്ഷരങ്ങൾക്ക് തനതായിട്ടുള്ള, അവർക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ടുള്ള ഒരു സിഫത്താണ് അൽ ഗുന്ന എന്ന് പറഞ്ഞിട്ടുള്ള സിഫ. എന്നാൽ വാവ്, മറ്റുള്ള വാവ് യാവു ആണ് ഇതുപോലെ വരിക. മെർജിങ് ലെറ്റേഴ്സിലെ ഭാഗികമായിട്ട് നമ്മൾ മണിക്കേണ്ടതായിട്ടുള്ള അക്ഷരങ്ങളാണ് വാവു യാവും. ഇപ്പൊ രണ്ടുപേരും മൂക്കിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണോ? അല്ല. പഠിച്ചവർക്ക് അറിയാം അല്ലെ? പഠിക്കാത്തവർക്ക് വേണ്ടി പറയുവാണ്. വാവും യാവും റിയലി ഇവർക്ക് രണ്ടുപേർക്കും മണിക്കുക എന്നുള്ളൊരു സ്വരം, അല്ലെങ്കിൽ മണിക്കുന്ന സ്വരങ്ങൾ ഇവര് പറയുമ്പോ നോക്കിയേ, വാവ് യ, രണ്ടിനും എന്തില്ല? മണിക്കുന്ന സ്വരമൊന്നുമില്ല അല്ലെ? അവരുടെ മഹ്റജ് ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവിടെ ഈ നൂനിന്റെ ശബ്ദം നമ്മൾ മണിച്ചുകൊണ്ട് ഇതിലേക്ക് ലയിപ്പിക്കുകയാണ് അല്ലെ? അപ്പോ ഇവിടെ നമ്മള് ഒരു മീമും മീമും തമ്മിൽ ലയിപ്പിക്കാൻ നല്ല സുഖമായിരുന്നു. രണ്ടും ഒരേ മഹ്റജാണ്, നല്ല സുഖമായിട്ട് നമുക്ക് മണിക്കാൻ വേണ്ടി പറ്റും. എന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ആ മണിക്കൽ വരിക. പക്ഷെ ഇവിടെയും എന്തെന്നെയാണ്? ഇദ്ഗാം തന്നെയാണ് സംഭവിക്കുന്നത്. ഭാഗികമായിട്ടാണ് ഇദ്ഗാം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് മ്യൂ വു എന്നാണ് പറയാ. മ്യൂ വു. അടുത്ത ലെറ്റർ നോക്കുക, ജ് അല്ലെ? വുജ്. ഇവിടെ കൽക്കല എന്നുള്ള സിഫയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കൽക്കല എന്നുള്ള സിഫ പഠിച്ചിട്ടുണ്ടാവും. കൽക്കല എന്ന് പറഞ്ഞ എന്താണ്? ബൗൺസ് ചെയ്യുക അല്ലെ? അക്ഷരത്തെ നമ്മൾ മുഴക്കത്തോടു കൂടെ ഉച്ചരിക്കുക. അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പഠിക്കേണ്ടത് ഈ അക്ഷരത്തിന് ഒരു ബൗൺസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുക. വുജ്, അജ്, ഇജ്, ഉജ്, അങ്ങനെയാണ് നമ്മൾ പറയാം. ഓക്കെ, അതുപോലെയുള്ള 5 അക്ഷരങ്ങൾ നമുക്ക് അറബി അക്ഷരങ്ങളിൽ പഠിക്കാനുണ്ടല്ലോ അല്ലെ? ഖാഫും തായും ബായും അങ്ങനെ കുറച്ച് അക്ഷരങ്ങളുണ്ട്. 5 അക്ഷരങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒരു അക്ഷരമാണ് ഏത്? ജീം എന്ന അക്ഷരം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? മുഴക്കത്തോടു കൂടെ ഉച്ചരിക്കുന്നു. വുജ്, വുജ്. ചിലർ വുച്ച്, ച്, ച, ച. മലയാളത്തിൽ നമ്മൾ ച എന്നുള്ള അക്ഷരം ഉപയോഗിക്കും, അത് തെറ്റാണ്. ഇത് ജ ആണ്. ജ, ജ, ജ. ഓക്കെ, വുജ്, വുജ്. നമ്മുടെ നാവിന്റെ മധ്യഭാഗത്ത് നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ് ജീം അല്ലെ? ജീം. വുജ്, വുജിദിക്കും, വുജിദിക്കും. നോട്ട് വുച്ചിദിക്കും, വുച്ച്, വുച്ച്. അത് തെറ്റാണ്. പിന്നെ വു ജെ ദി കും. ക്ലിയർ ആക്കി പറയാം. ഇവിടെ മീമിന് സുക്കൂൻ ഉണ്ട്, മീമിനെ ക്ലിയർ. അപ്പൊ ക്ലിയർ ആക്കേണ്ടതിനൊക്കെ ഉത്തരം നമുക്ക് എളുപ്പമാണ്. സുക്കൂൻ കണ്ടു കഴിഞ്ഞാൽ മീം ആയിക്കോട്ടെ നൂനായിക്കോട്ടെ, ആ മീമിന്റെ ശബ്ദം നൂനിന്റെ ശബ്ദമൊക്കെ ക്ലിയർ ആക്കി പറയണം. ഉജിദിക്കും വല. അപ്പൊ മീമിനെ നമ്മളിപ്പോ ക്ലിയർ ആക്കി പറഞ്ഞില്ലേ, അല്ലാതെ ഉജിദിക്കും കും വ അങ്ങനെ എന്തെങ്കിലും ആണോ പറഞ്ഞേ? അല്ലല്ലോ. ഉജിദിക്കും വല, ഉജിദിക്കും വല, അങ്ങനെയാ പറഞ്ഞത് അല്ലെ? ഇതുവരെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. സെക്കൻഡും തൊട്ടിട്ട് കേട്ടോ. സെക്കൻഡും തൊട്ടിട്ടാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ഭാഗത്ത് നമ്മൾ നൂനിനെ എങ്ങനെയാ പറയാന്ന് പറഞ്ഞു, ഈ മീമിനെ എങ്ങനെയാണ് ഇദ്ഗാം ചെയ്യുന്നത്, അതുപോലെ നൂനിൽ നിന്നും വാവിലേക്ക് എങ്ങനെയാണ് ഇദ്ഗാം ചെയ്യേണ്ടത്, ജീമിന് എങ്ങനെയാണ് കൽക്കല ചെയ്യേണ്ടത്, മീമിനെ എങ്ങനെയാണ് ക്ലിയർ ആക്കേണ്ടത്. ഓക്കെ ഓക്കെ. أسكنوهن من حيث سكنتم من وجدكم ولا. ഓക്കെ, ഇവിടെ നമ്മൾ മണിച്ചു. സകൻതും മിൻ വുജിദിക്കും വല. മിൻ ഹൈസു എന്ന് പറഞ്ഞു നമ്മൾ ഇവിടെങ്കിൽ, ഇവിടെ സകൻതും ഇതൊക്കെ നൂൻ തന്നെയാണ്. മിൻ അതിൽ നൂനാണ്, ഇവിടെ നൂനാണ്, ഇപ്പുറത്ത് നൂനാണ്. പക്ഷെ ഇവിടൊക്കെ സെപ്പറേറ്റ് റൂളാണ് നമ്മൾ കൊണ്ടുവന്നത്. കണ്ടോ? ഇവിടെ ഒരു റൂളാണ്, അതുപോലെ തന്നെ ഇവിടെ വേറെ റൂളാണ്, ഇവിടെ വേറെ റൂളാണ്. ഓക്കെ, ഞാൻ നോക്കാം. വല കഴിഞ്ഞിട്ട് തു ഇവിടെ
നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മാലിന്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വലിയ മദ്ദാണ്, ഫറഈ ആയിട്ടുള്ള മദ്ദാണ് അല്ലെ, വലിയതാണ്, വലിയ നീട്ടലാണ് ഇവിടെ. നീട്ടലിൽ തന്നെ ഏറ്റവും വലിയ നീട്ടലായിട്ടുള്ള, അതായത് ഏറ്റവും വലിയ മദ്ദാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 6 ഹറക്ക. അപ്പൊ ഇവിടെ നമ്മൾ വല്ല വാലീനൊക്കെ പറഞ്ഞ മാതിരി നമ്മൾ എന്ത് ചെയ്യണോ, ഇവിടെ 6 ഹറക്ക അളവിൽ നീട്ടാതെ ഉച്ചരിക്കാൻ പാടില്ല. വാജിബായിട്ടുള്ള മദ്ദാണ്. നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? 6 ഹറക്ക നീട്ടിയിരിക്കണം. വല എന്നുള്ളോട് നമ്മൾ എന്താ ചെയ്തേ? 2 ഹറക്കയാണ് നീട്ടിയത്. ഏതുപോലെ? അസ്കിനു എന്ന് പറഞ്ഞ കൊടുത്തുള്ള വാവ് മദ് മാതിരി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വല എന്ന് പറഞ്ഞിട്ട് ലാം പിന്നെ അലിഫ് മദ് അല്ലെ, ഈ അലിഫ് മദിന് നമ്മൾ 2 ഹറക്കയാണ് ഇവിടെ നമ്മൾ നീട്ടിയത്. പക്ഷെ ഇവിടെ നമ്മൾ 6 ഹറക്ക നീട്ടണം. ഇവിടെ നമ്മൾ 6 ഹറക്ക നീട്ടണം. അപ്പോ ഈ ളാദിന്റെ മഖ്റജ് ഇന്നലെ മുഅല്ലിമ പഠിപ്പിച്ചു തന്നല്ലോ അല്ലെ. അപ്പോ അതിന് നമ്മൾ നല്ലോണം ഹെവി ആയിട്ട് വായുടെ ഉള്ളിൽ നല്ലോണം പ്രഷർ വരുന്ന ഒരു ലെറ്റർ ആണ്. അത് മാത്രമല്ല അറബിയിലൊരു പ്രത്യേകത ഉള്ള അല്ലെ, അറബിയിൽ മാത്രമുള്ള ഒരു അക്ഷരമാണ് ളാദ് എന്ന അക്ഷരം. ഓക്കെ, അവിടെ തുലാ എന്ന് പറഞ്ഞതിനെയാണ് നമ്മൾ എന്ത് ചെയ്ത് 6 ഹറക്ക നീട്ടിയിട്ട് റൂ എന്നുള്ളതിനെ 2 ഹറക്ക നീട്ടുക. റൂ എന്നുള്ളതില് 2 ഹറക്ക നീട്ടുക. അപ്പൊ ഇവിടെ ഒന്നും തെറ്റിപ്പോവരുത്. പിന്നെ ഇത് മുതഹർരിക്കത്തായ അക്ഷരമാണ്. ഇത് ളമ്മ, നൂനു സാക്ക്, ഇവിടെ നൂൻ മുഷദ്ദദ, നൂൻ മുഷദ്ദദ, ഈ ശ്രദ്ധ കൊടുത്തു. അപ്പൊ നമ്മളിവിടെ സ്ട്രെസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇവിടെ നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എങ്ങനെയാ നിർത്താൻ നമുക്കറിയാം. നൂൻ മുഷദ്ദദയിൽ നമ്മൾ നിർത്തുമ്പോൾ അതിന് മുന്നത്തെ ക്ലാസ്സിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ലി തുളയ്യിഖു, ലി തു, ലി തു ളാദാണ്, നോട്ട് ലാ 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 അങ്ങനെയല്ല പറയാ. ഹെവി ആക്കിയിട്ടാ പറയാ അല്ലെ. ലി തുളയ്യിഖു അലൈഹിൻ, ഐൻ ഒരു ലൈറ്റ് ലെറ്റർ ആണ് നമ്മൾ പറഞ്ഞു. അലൈ, ഇവിടെ ലീന് വന്നിട്ടുണ്ട്, മയപ്പെടുത്തി ഉച്ചരിക്കണം. അലൈഹിൻ, ഹി ഹി ക്ലിയർ ആക്കി പറയാ. അലൈഹിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഒറ്റ ബ്രീത്തിൽ എടുക്കാൻ പറ്റാത്ത സിസ്റ്റേഴ്സ് എന്ത് ചെയ്യാ? എവിടെയെങ്കിലും ഒന്ന് വഖഫ് ചെയ്യാ, ദെൻ മുന്നിൽ നിന്നും എടുത്തു ഓതുക. എവിടെ നിന്നും എടുത്തു ഓതണം, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ വഖഫ് വിദായിനെ കുറിച്ച് ക്ലിയർ ആവും. അപ്പൊ നിങ്ങള് എവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങള് അർത്ഥം തെറ്റിപ്പോവാത്ത, അർത്ഥത്തിന് ഭംഗം വരാത്ത രീതിയിൽ വേണം അതിനെടുത്ത് ഓതാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഈ ഭാഗം വരേക്കും ഒന്ന് ഓതി നോക്കാം അല്ലെ. അപ്പോ ഈ ഒരു മദ് എല്ലാവരുടെ മനസ്സിലും വരണം. ഈ മദ് 6 ഹറക്ക ഒരു കാരണവശാലും നമ്മൾ ഇവിടെ എന്ത് ചെയ്യരുത്? ബ്രേക്ക് ചെയ്യരുത്. അതുകൊണ്ട് തന്നെ ബ്രീത്ത് നന്നായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് വേണ്ടി വരും ഈ ഭാഗമൊക്കെ. കാരണം ദേ ഇവിടെ മണിക്കലുണ്ട്, ഇപ്പുറത്ത് മണിക്കലുണ്ട്, ഇവിടെ നോർമൽ രീതിയിൽ പറയും, ഇപ്പുറത്ത് മണിക്കലുണ്ട്, ഇവിടെ മണിക്കലുണ്ട്, പിന്നെ ഇവിടെ മണിക്കലുണ്ട്, എല്ലാം കൂടി വന്നിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ബ്രീത്തിനെ കിട്ടിയിരിക്കണം. മനസ്സിലായോ? അപ്പൊ നമുക്ക് വുജിദിക്കും എന്നുള്ള സ്ഥലത്ത് ഇവിടെ നമുക്ക് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം ട്ടാ. എല്ലാവരും അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങണു, അസ്കിനു ഹുന്ന എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങണു, മീം വുജിദിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. എന്നിട്ട് നമ്മൾ വീണ്ടും മീം വുജിദിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്ത് ഓതും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അലൈഹിൻ വരെ നമുക്ക് ഓതിയെടുക്കാം കേട്ടാ. എല്ലാവരും അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. നോക്കാം. നോക്കാം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, ദെൻ ഇവിടെ നമുക്ക് വേണ്ടി വിത്തായി ചെയ്യാം ലാസ്റ്റ് വരേക്കും കേട്ടാ. ഒരുമിച്ചിട്ട് ഓതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേ. അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജിദികും, മിൻ വുജിദികും വലാ തുദാറുഹുന്ന ലിതുദയ്യിഖു അലൈഹിൻ. ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. പ്രാക്ടീസ് ചെയ്യുമ്പോ കിട്ടണ്ടാ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ നമ്മള് നല്ല മനോഹരായിട്ട് ഇതുവരെ ഓതിയിട്ടുണ്ടല്ലേ. ഓക്കെ, അൽഹംദുലില്ലാ. നെക്സ്റ്റ് നോക്കാം. വഇൻ കുന്ന, വാവ്, വാവ് പറയുമ്പോ അറിയാം അല്ലെ, ചുണ്ടുകള് ചിലര് വാവിനെ നല്ലോണം ഇങ്ങനെ ഫ്ലാറ്റ് ആക്കിയിട്ടാ പറയാ. അങ്ങനെ ചെയ്യരുത് കേട്ടാ. വാവ് പറയുന്ന സമയത്ത് റൗണ്ട് വൃത്താകൃതിയിലാണ് നമ്മുടെ ചുണ്ടുകളുടെ ഷേപ്പ് വരിക. വ ഇ, വഇൻ കുന്ന,
നൂനിന് ശേഷം കാഫ് വരുന്ന സമയത്ത് നൂനിനെ നമ്മൾ എന്ത് ചെയ്യും? ഹൈഡ് ചെയ്യാണ് ഇവിടെ. വ ഇൻ കുന്ന കുന്ന മണിക്കണം. അപ്പൊ ഇവിടെയാണ് കൂടുതൽ ഈ ഒരു വ ഇൻ എന്ന് പറഞ്ഞ കൊടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മണിക്കലിനേക്കാളും കൂടുതൽ മണിക്കലാണ് ഇവിടെ വരുന്നുണ്ടാവുക. വ ഇൻ കുന്ന ഉലാത്തി, ഇവിടെ ഊലാത്തി എന്ന് പറയരുത്, ഉലാത്തി. ഉലാത്തി, ഈ വാവ് എന്താണ് ഇവിടെ? സൈലന്റ് ആണ്. ഇവിടെ ഊലാത്തി എന്ന് പറയരുത്. ഇത് ഇവിടെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പാരായണം ചെയ്യുക? അതുമാതിരി വേണം പാരായണം ചെയ്യാൻ. പക്ഷെ അത് അവിടെ ഉള്ളതിനൊരു പ്രത്യേക റീസൺ ഉണ്ട് അല്ലെ? ഇത് ഇൻഷാ അള്ളാഹ് നമ്മൾ എന്ത് ചെയ്യും? ഈ റസ്മുമായി ബന്ധപ്പെട്ടും ഒക്കെ നമുക്ക് ഖുർആനിന്റെ ഇൽമുകൾ ഇങ്ങനെ വിശദീകരിച്ച് കെടുക്കുവാണ്. അപ്പൊ ഇതിൽ പഠിക്കാനുണ്ട്. ഗ്രാമർ എല്ലാത്തിലും വരുന്ന സമയത്ത് ഇൽമ് ഇനിയും നമ്മൾ തേടുന്തോറും ഇത് എന്തിനിവിടെ എഴുതപ്പെട്ടു, ഇവിടെ ആദ്യം എങ്ങനെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണോ, ഇത് ഉള്ളത് കളയപ്പെട്ടതാണോ, ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ഇൻഷാ അള്ളാഹ് പഠിക്കാനുണ്ട്. ദീർഘമായിട്ട് പഠിക്കാനുള്ള ഭാഗമാണ്. അപ്പോ ഉലാത്തി എന്നാ പറയാ, നോട്ട് ഊലാത്തി അങ്ങനെ പറയരുത്. ഓക്കെ. വ ഇൻ കുന്ന ഉലാത്തി ഹംലിൻ ഫഅൻഫിഖൂ. ഇവിടെ എന്താ നമ്മളിപ്പോ ചെയ്ത ചില ആൾക്ക് ഉലാത്തി ഹംലിൻ എന്ന് പറയരുത്, ഉലാത്തി ഹംലിൻ. ഉലാത്തി ഹംലിൻ. ചിലര് ഇവിടെ നന്നായി മണിക്കും. നന്നായി മണിക്കണ്ട. ഹം ഹം ഇത്ര ടൈമേ കൊടുക്കണ്ടുള്ളൂ അവിടെ. ഹംലിൻ. അപ്പൊ ഇവിടെ തൻവീൻ നമ്മൾ ഇവിടെ നേരത്തെ ഹറക്ക, ഫത്ഹ, കസ്ര, ദമ്മ ഒക്കെ പറഞ്ഞു, ശദ്ദ പറഞ്ഞു, പിന്നെ മദ് പറഞ്ഞു. ഇനി മറ്റൊരു അവസ്ഥയാണ് തൻവീൻ എന്ന അവസ്ഥ. ഇതാണ് തൻവീൻ. അപ്പോ തൻവീനുകള് ഈ ഒരു താഴെയുള്ള 2 ലൈൻസിന് മാത്രാണോ തൻവീൻ എന്ന് പറയാ? അല്ല. മോളിൽ 2 ലൈൻസ് കാണാം. അതുപോലെ ദമ്മ തൻവീൻ ഉണ്ട് അല്ലെ? അപ്പൊ ഫത്ഹ തൻവീൻ ഉണ്ട്, കസ്ര തൻവീൻ ഉണ്ട്, ദമ്മ തൻവീൻ ഉണ്ട്. 2 ഫത്ഹ, 2 കസ്ര, 2 ദമ്മ പോലെ. ഓക്കെ. അപ്പൊ ഇത് ഏതാണ്? കസ്ര തൻവീൻ. കസ്ര തൻവീൻ. അപ്പൊ ഒരു കസ്രയും ഒരു നൂനു സാക്കിനയുമാണ് ഈ കെടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, ഈ നൂനിനെ വ്യക്തമാക്കേണ്ട റൂൾ ഉണ്ട്, ഹൈഡ് ചെയ്യേണ്ട റൂൾ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി ഇവിടെ എന്താണ്? ഇവിടെ ഒന്ന് കെസ്രയും ഒന്നൊരു നൂനുമാണ്, ഒന്ന് ഒരു നൂനു സാക്കിനയുമാണ്. അപ്പൊ നൂനിന്റെ റൂള് ഈ തൻവീന് ബാധകമാണെന്നർത്ഥം. എവിടേക്കാണോ നൂനിന്റെ റൂള് നമ്മൾ പഠിക്കുന്നത് അവിടേക്ക് നമുക്ക് ഈ തൻവീനിന്റെ റൂള് അതേമാതിരി നമ്മൾ ബാധകമാക്കി പഠിക്കണം. നൂൻ റൂൾ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് തൻവീൻ. അപ്പൊ ഇവർ രണ്ടുപേരുടെ ശബ്ദം എന്താണ്? ശബ്ദത്തിനൊരു സാമ്യത ഉണ്ട്. നൂൻ ഹംലിൻ എന്നാ പറഞ്ഞത്. മിൻ രണ്ടിന്റെ ശബ്ദം നൂനിലാണ് അവസാനിക്കുന്നത്. നൂൻ നൂൻ അൻ ഇൻ ഉൻ. ഹംലിൻ ഹംലിൻ അല്ലെ? അൻ അതിലല്ലേ നിൽക്കുന്നത്. അപ്പൊ നൂനിന്റെ റൂളാണ് അത് അവിടെയും വരിക. ഹംലിൻ. അപ്പൊ ഇവിടെ തൻവീന് ശേഷം ഫ എന്ന അക്ഷരം. അപ്പൊ നൂനിന് ശേഷം ഫ വന്നാലും തൻവീന് ശേഷം ഫ വന്നാലും ഒരേ റൂളാണെന്ന് അർത്ഥം. മനസ്സിലായോ? അപ്പൊ തൻവീന് ശേഷം ഫ എന്ന അക്ഷരം വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഹൈഡ് ചെയ്യുവാണ്. ഹംലിൻ ഫ, ഹംലിൻ ഫ അങ്ങനെയാണ് പറഞ്ഞത്. ഫഅൻഫിഖൂ. അവിടെ നൂനിന് ശേഷം ഫ. അഗൈൻ ദിസ് റൂൾ, ഈ സെയിം റൂൾ ആണ്. നൂനിന് ശേഷം ഫ വന്നിരിക്കുന്നു. സെയിം നമ്മൾ ഇവിടെ ഹൈഡ് ചെയ്യും. ഫഅൻഫിഖൂ ഫഅൻഫിഖൂ. അപ്പൊ നമുക്ക് ഇതുവരെ ഒന്ന് നോക്കി നോക്കാം. ഇതുവരെ എല്ലാവരും ഒന്നുകൂടെ പാരായണം ചെയ്ത് നോക്കാം കേട്ടോ. وَإِن كُنَّ أُولَاتِ حَمْلٍ فَأَنفِقُوا. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അടുത്ത് നോക്കുക. അലൈഹിന്ന. ഐൻ ലൈറ്റ് ലെറ്റർ ആണ്. ഹെവിയാക്കി പറയരുത്, എന്ന് പറഞ്ഞിട്ട് പറയരുത്. അലൈഹിന്ന. ലൈഹിന്ന. ലൈ എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ലീന് വരും. അതായത് യാഇനും വാവിനും സുക്കൂൻ വന്ന് തൊട്ട് മുമ്പ് ഫത്ഹയാണെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യണം? മയപ്പെടുത്തിയിട്ടാണ് ഉച്ചരിക്കുക. അലൈഹിന്ന. ഹി. ഓക്കെ. അലൈഹിന്ന ഹത്ത. അപ്പൊ ഇവിടെ 2 ഹറക്ക നമ്മൾ നീട്ടുന്നു. അതുപോലെ ഇവിടെ 2 ഹറക്ക നമ്മൾ നീട്ടുന്നു. ഉലാത്തി എന്നുള്ളടത്ത് 2 ഹറക്ക നമ്മൾ നീട്ടുന്നു. ഇവിടെയൊക്കെ മദ് കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചാലും മദ്ദിനെ അപ്ലൈ ചെയ്യണം.
عليهن حتى. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഫ് ഒരു എന്താണ് ഇസ്തിഅലാന്റെ അക്ഷരമാണ്, ഹെവി ലെറ്റർ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മള് കൂ എന്ന് പറഞ്ഞിട്ട് കാഫിന്റെ ഒരു ഇതല്ല കൊടുക്കേണ്ടത്, കൂ അല്ല ഊ, ഹെവി ആക്കിയിട്ടാ പറയാ. ഇവിടെ വാദ് ഹെവി ലെറ്റർ ആയിരുന്നു, ഇവിടെ കാഫ് ഹെവി ലെറ്റർ ആയിരുന്നു, ഇവിടെ ഒക്കെ ഉണ്ട് അല്ലെ. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹെവി ലെറ്റേഴ്സ് പറയുന്ന സമയത്ത് വായ നിറച്ച് ശബ്ദം ഉയർത്തിയിട്ട് നാവിന്റെ പിറകുവശമൊക്കെ ഉയർത്തി പറയണം. ചില അക്ഷരങ്ങൾക്ക് നാവിന്റെ മധ്യഭാഗം കൂടെ ഉയരും എന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതേമാതിരി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നോക്ക, فأنفقوا عليهن حتى يضعن. ضاد ഹെവി ലെറ്റർ ആണ്. ഹെവി ആക്കി പറയാ. യضعن അവിടെ ഐനിലേക്ക് വരുമ്പോഴേക്കും ലൈറ്റ് ആവും അതല്ലേ. യضعن അവിടെ പിന്നെ ഐനാണ്, ഐൻ ലൈറ്റ് ലെറ്റർ ആണ്, നൂൻ ലൈറ്റ് ലെറ്റർ ആണ്. യضعن ഹംലഹുന്ന. ഹം അവിടെ നമ്മള് മീമിനെ നമ്മൾ കുറച്ച് സമയം ഒന്ന് മഖ്റജില് ഹോൾഡ് ചെയ്യണം. ഹംലഹുന്ന, ഹംലഹുന്ന. ഓക്കെ, അപ്പോൾ നിർത്തുന്ന സമയത്ത് നമ്മളിവിടെ എങ്ങനെ നിർത്തും എന്നറിയാം അല്ലെ. ഓക്കെ, അപ്പൊ ഫഅൻഫിഖൂ തൊട്ടിട്ട് ഒന്ന് എല്ലാവരും ഒന്ന് റിസൈറ്റ് ചെയ്ത് നോക്കാം കേട്ടാ. നോക്കാം. فأنفقوا عليهن حتى يضعن حملهن. Again, ഒന്നുകൂടെ. فأنفقوا عليهن حتى يضعن حملهن. بارك الله فيكم. الحمد لله. അപ്പൊ നമ്മൾ വൈൻ കുന്ന തൊട്ടിട്ട് പോതാലോ, പഠിച്ചില്ല എല്ലാവരും? ഇൻഷാ അല്ലാഹ് ഇവിടെ തൊട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, വൈൻ കുന്ന തൊട്ടിട്ട് അല്ലെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. വൈൻ കുന്ന തൊട്ട് ഫഅൻഫിഖൂന്റെ അവിടെ നിർത്താം, എന്നിട്ട് വീണ്ടും ഫഅൻഫിഖൂ മുതൽ നമുക്ക് തുടങ്ങാം കേട്ടാ. എല്ലാവരും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് സ്ലോലി റിസൈറ്റ് ചെയ്ത് നോക്കാം. وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഫ പറയുമ്പോ ചില ആൾക്ക് പെട്ടെന്ന് ഓടിച്ച് പറയും. ഫ എന്നുള്ള അക്ഷരം പറയുമ്പോ തന്നെ മനസ്സിലാക്കണം ഹംസിന്റെ അക്ഷരമാണ്. ലാസ്റ്റ് സ്റ്റുഡൻസ് ഒക്കെ അത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഫ എന്നുള്ള അക്ഷരം എന്താണ്? ഒരു ഹംസിന്റെ ക്യാരക്ടർ ഉള്ളത്. അതന്നെ കാറ്റ് പുറത്തു വരില്ല. അക്ഷരത്തിന്റെ വീക്ക് ആയിട്ട് അതിന്റെ മഖ്റജിനെ ആശ്രയിക്കുന്നത് കൊണ്ട് തന്നെ ആ അക്ഷരത്തിന് എന്തുണ്ട്? കാറ്റ് പുറത്തു പോകുന്ന ശ്വാസത്തോടൊപ്പം നല്ല വീക്കായിട്ടാണ്, ശ്വാസത്തോടൊപ്പം അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അല്ലെ. അവിടെ ഞാൻ പറഞ്ഞു നൂനിന്റെ മുകളിൽ സുക്കൂന് കെടുക്കുന്നുണ്ട്. അപ്പൊ നൂനിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കി പറയണം. അതിന്റെ ശേഷമുള്ള അക്ഷരമാണ് അതിന്റെ റീസൺ. ശേഷം ഹംസ വന്നതിനാലാണ് നൂനിനെ ഇവിടെ നമ്മൾ വ്യക്തമാക്കി പറയേണ്ടത്. ശേഷം ഹംസ വന്നതിനാൽ നൂനിനെ നമ്മൾ വ്യക്തമാക്കി പറയുന്നു. അവിടെ ഹംസനെ ക്ലിയർ ആക്കി താഴെയുള്ള ഹംസനെ പറയാ, കെസ്ര കൊടുത്ത ഹംസനെ. ഓക്കെ, ഇൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ളാദാണ്, പിന്നെ ഐനാണ്, പിന്നെ നൂനാണ്. ലക്കും. മീമിനെ നമ്മൾ ഇവിടെ വ്യക്തമാക്കിയിട്ടാണ് ഉച്ചരിക്കുക. കാരണം മീമിന്റെ മുകളിൽ സുക്കൂന് കൊടുത്തിട്ട് കാണാം അല്ലെ. ലക്കും ഫആതൂഹുന്ന. ഇവിടെ ടു ഹർക്ക നീട്ടണം. എന്നുള്ളടത്ത് ടു ഹർക്ക നീട്ടണം. ഫആതൂഹുന്ന ടു ഹർക്ക നീട്ട. അങ്ങനെ നമ്മൾ നിർത്തുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ മീമും ഈ ഫായും
മീമും ഫായും ഇവ രണ്ടുപേരും ഒരേ മഖ്റജിൽ നിന്നും വരുന്ന അക്ഷരങ്ങളാണ്. മീമും ഫായും രണ്ടുപേരും ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരം, അതായത് ചുണ്ടുകളിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരമാണ് മീമും ഫായും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കാതെ ഒരാൾ ധൃതി പിടിച്ചൊക്കെ ഓതിക്കഴിഞ്ഞാൽ, ശ്രദ്ധയില്ലാതെ ഇവിടെ ഓതിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ കൂടി കലരാനുള്ള സാധ്യത ഉണ്ട്. ലക്കും ഫ, ലക്കും ഫ. വേഗം ആ മീമിനെ ക്ലിയർ ആക്കാണ്ട് നമ്മൾ ഇദ്ഗാം ചെയ്ത മാതിരി പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് വ്യക്തമാക്കി ഇവിടെ നൂനിനെ വ്യക്തമാക്കി ഉച്ചരിക്കല് ശ്രദ്ധിക്കണം. ലക്കും ഫആതൂഹുൻ, ലക്കും ഫആതൂഹുൻ. അങ്ങനെ നമ്മൾ ക്ലിയർ ആക്കിയിട്ട് മീമിനെ ഇവിടെ മീമിന്റെ ശബ്ദം ക്ലിയർ ആയിട്ട് രണ്ട് ചുണ്ടുകളും ക്ലോസ് ചെയ്ത മാതിരി അല്ലെ, രണ്ട് ചുണ്ടുകളെയും നമ്മൾ ക്ലോസ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് ആ മീമിനെ പ്രൊനൗൺസ് ചെയ്തിട്ടേ ഫയിലേക്ക് പോവാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ലക്കും ഫആതൂഹുൻ, ലക്കും ഫആതൂഹുൻ. ഓക്കെ, അപ്പൊ ഇവിടെ വരെ നമുക്ക് പാരായണം ചെയ്യാലോ അല്ലെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ നിന്ന് മുതൽ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. فإن أرضعن لكم فآتوهن أجورهن. Again, ഒന്നുകൂടെ. فإن أرضعن لكم فآتوهن أجورهن. Okay, ബാറക്കല്ലാഹു ഫീക്കും. നെക്സ്റ്റ് നോക്കുക, വാവ് കഴിഞ്ഞിട്ട് ഹംസ സുക്കൂനാണ്. വ എന്ന് പറയരുത് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹംസ എന്ന അക്ഷരത്തെ എപ്പോഴും നമ്മൾ ഖത്അ ചെയ്തിട്ട്, ഹംസത്തുൽ ഖത്അ ആണിത്. ഇവര് നമ്മൾ നന്നായിട്ട് മുറിച്ച് ഉച്ചരിച്ചിട്ടാ പറയാ. എന്തില് വരുമ്പോ സാക്കിനായിട്ട് വരുമ്പോ നന്നായിട്ട് മുറിഞ്ഞ ശബ്ദമാണ് കേൾക്കുക. അല്ലാതെ നമ്മൾ വ എന്ന് പറയൂല അല്ലെ. വാവ് ശ്രദ്ധിക്കുക. വ എന്നിട്ട് ഫ്ലാറ്റ് ആക്കി പറയരുത്. ഓക്കെ, വതമിറു എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? വതമിറു, വതമിറു. ഓക്കെ, ഈ അലിഫ് സുക്കൂൻ ഇവിടെ സൈലന്റ് ആണ്, ഇതിനെ നമ്മൾ പരിഗണിക്കണ്ട. പക്ഷെ ഇവിടെ വാവിനെ പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ നീട്ടിയത് അല്ലെ. വാവ് മദ്ദുള്ളതുകൊണ്ട് നമ്മൾ നീട്ടിയത്. ഓക്കെ, വതമിറു ബൈനകും, ബൈനകും. ബൈ ഇവിടെ ലീന് വന്നിട്ടുണ്ട് അല്ലെ. യാഇനും വാവിനും സുക്കൂന് വന്നു കഴിഞ്ഞാല് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന്റെ ഹറക്ക നോക്കുക. അത് ഫത്ഹയാണെങ്കിൽ ഈ യാഇനെ നമ്മൾ മയപ്പെടുത്തി പറയുന്നതിനെയാണ് ലീൻ എന്ന് പറയാ. ബൈനകും, ബൈനകും. അടുത്തത് മീമിന് ശേഷം ബ എന്ന അക്ഷരമാണ്. ഇത് ബി മഅറൂഫ് എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്ന ശൈലിയാണ് ഇങ്ങനെ. ബി മ, ഓക്കെ, ബി മഅറൂഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മീമിന് ശേഷം ബ വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു റൂളാണ് സംഭവിക്കുന്നത്. ഇവിടെ മണിക്കല് സംഭവിക്കുന്നുണ്ട്. ബൈനക്കും ബി മഅറൂഫ് എന്ന് പറഞ്ഞിട്ട് മീമിനെ ക്ലിയർ ആക്കല്. മീമിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടോ? ഇല്ലല്ലോ. സുക്കൂൻ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോ ധൈര്യത്തോടു കൂടെ പറയാം, സുക്കൂൻ മീമിന്റെ മുകളിലും നൂനിന്റെ മുകളിലൊക്കെ മീമിന് സുക്കൂൻ ഉണ്ടെങ്കിൽ, മീം നൂൻ എന്നീ ലെറ്റേഴ്സിന് അക്ഷരങ്ങളുടെ മുകളിൽ സുക്കൂൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ ശബ്ദം നമ്മൾ ക്ലിയർ ആക്കി പറയണമെന്ന് മനസ്സിലാവും. അപ്പൊ ക്ലിയർ ഇൽഹാർ എന്ന ഒരു ഇതാണ് അവിടെ നടക്കുക, റൂളാണ് നടക്കുക. ഒന്ന് ഇൽഹാറും ഒന്ന് ഇൽഹാറു ഷഫവിയും. അപ്പൊ ഇവിടെ നമ്മൾ മീമിനെ വ്യക്തമാക്കിയിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തില്? നൂനിന്റെയും മീമിന്റെ മുകളിൽ സുക്കൂന് വരുമ്പോ. പക്ഷെ ഇവിടെ ബൈനക്കും എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ മുകളിൽ സുക്കൂൻ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ മറ്റെന്തെങ്കിലും റൂൾ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. ഞാൻ എളുപ്പത്തിൽ പറയും, ഇവിടെ നമ്മൾ മണിക്കും അല്ലെ. ഇവിടെ മണിക്കുന്നുണ്ട്. ബൈനക്കും ബി, ബൈനക്കും ബി. ചില സിസ്റ്റേഴ്സ് ഈ മീം ബായിലേക്ക് വരുന്ന സമയത്തൊക്കെ നല്ലോണം സ്ട്രെസ് കൊടുത്ത് നമ്മുടെ ചുണ്ടുകൾ നല്ലോണം കനപ്പെട്ടിട്ട് ഇങ്ങനെ ശക്തിപ്പെടുത്തിയിട്ട് പറയുന്ന ഒരു ശൈലി കണ്ടിട്ടുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ബൈനക്കും ബിമഅറൂഫ്, ബൈനക്കും ബിമഅറൂഫ്. അവിടെ ഫാല് നിർത്തുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് ആ ഒരു കാറ്റ് പുറത്തു പോകുന്ന സ്വഭാവം അല്ലെ, ഹംസ എന്നൊരു ക്വാളിറ്റി, ആ ക്യാരക്ടറിസ്റ്റിക്സ്, ആ ഒരു സിഫ അതിന് കാണിക്കണം. ബി മഅറൂഫ്, കണ്ടോ? അഫ് ഇഫ് ഉഫ്. അപ്പോ ബൈനക്കും ബി മഅറൂഫ്. അപ്പൊ റൂ എന്നുള്ളതിന്റെ ചുഹറക്കയാണ് ഇവിടെ നീട്ടേണ്ടതെങ്കിലും നമുക്ക് വേറെയും മദ്ദിന്റെ കാര്യത്തിൽ വേറെയും ഭാഗങ്ങൾ നമ്മൾ എന്തുകൊണ്ട് നിർത്താൻ പോകുന്ന അക്ഷരത്തിന്റെ തൊട്ടു മുമ്പായി വരുന്ന മറ്റ് ലെറ്റേഴ്സിന് വേറൊരു റൂളിംഗ് നമുക്ക് പഠിക്കല്ലേ.
മദ് ആരിദുൽ സുക്കൂൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ ഒരേപോലെ അയാൾ പാലിച്ചെങ്കിൽ മാത്രമാണ് ഇവിടെ കൊടുന്ന് നിർത്തുമ്പോ അങ്ങനെ പറ്റുള്ളൂ. നോർമൽ രീതിയിൽ അത് അസ്ലി ആയിട്ടുള്ള മദ്ദിലാണ് അല്ലെ. നോർമൽ നമുക്ക് കാണുമ്പോ അസ്ലി ആയിട്ടുള്ള മദ്ദാ തോന്നും, പക്ഷെ അതിന് വേറെ റൂളിങ്ങും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എവിടെ തൊട്ടിട്ടാ പോതിയെ? തമീറു തൊട്ടിട്ട് ഒന്നുകൂടി ഓതി നോക്കാം അല്ലെ. ഓക്കെ, നോക്കാം. വഅ്തമിറൂ ബൈനകും ബിമഅറൂഫ്. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നെക്സ്റ്റ് നോക്കാം, വാവാണ്. വ ഇൻ, അവിടെ നൂനിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടോ? ഇല്ല. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി അത് ക്ലിയർ ആക്കേണ്ട നൂനല്ല, മറ്റെന്തോ റൂളാണ് അവിടെ സംഭവിക്കുന്നത് അല്ലെ. വ ഇൻ ത, അവിടെ നൂനിനെ ഹൈഡ് ചെയ്യലാണ് സംഭവിക്കുന്നത്. വ ഇൻ ത, നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു താന്റെ ഒരു എക്സാമ്പിൾ ഇവിടെ നേരത്തെ നമ്മള് പറഞ്ഞില്ലേ, എവിടെയായിരുന്നു? സെക്കൻഡും, കണ്ടോ ഈ ഭാഗത്ത് പറഞ്ഞില്ലേ, മുകളില് പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ നൂനിന് ശേഷം ത ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് വ ഇൻ തആശർതും, ത കഴിഞ്ഞിട്ട് ഐനാണ്, ടു ഹറക്ക ഇവിടെ നീട്ടണം. തആശർ, അവിടെ സീൻ പിന്നെ റ ആണ്. ഈ റായിനെ ഇവിടെ തഫ്ഹീം ചെയ്യാ. തആശർതും എന്ന് പറയരുത്, സർ, അവിടെ റാനെ തഫ്ഹീം ചെയ്യണം. തആശർതും, മീമിനെ ഇവിടെ ക്ലിയർ ആക്കി പറയാ. കണ്ടോ, നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മീമും ഫായും ആണ്. ഇവിടെ നേരത്തെ ഞാൻ ഇവിടെ മീമും ഫായും പറഞ്ഞപ്പോ പറഞ്ഞു രണ്ടും ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന അക്ഷരമായതുകൊണ്ട് അത് ഇദ്ഗാം ചെയ്തിട്ട് അത് മെർജ് ചെയ്ത് പറയാതിരിക്കാൻ ശ്രമിക്കണം. പാരായണം ചെയ്യുമ്പോൾ ധൃതി പിടിച്ചൊക്കെ പാരായണം ചെയ്ത് ശ്രദ്ധയില്ലായ്മ കൊണ്ട് പാരായണം ചെയ്താലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുക. കാരണം ഇത് രണ്ടും രണ്ട് വേറിട്ട് നിൽക്കുന്ന കലിമകളാണ്, രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയണം. ഓക്കെ, തആശർതും, ഫസ, ഫ എന്നുള്ള ലെറ്റർ ആണ്, സീൻ ഫത്ഹാണ്, മുത്തഹർരിക്കത്താണ് ഇതൊക്കെ. ഫസതുർ, ഫസതുർദിഉ, ഫസതുർദിഉ ലഹു ഉഖ്റ. ലഹു എന്നുള്ളതിൽ വാജിബായിട്ട് 4 ഹർക്ക നമ്മൾ നീട്ടാം. നിർബന്ധമായിട്ടും അവിടെ 4-5 ഹർക്ക നീട്ടണം എന്നാണ്. 4 ഹർക്ക നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നീട്ടണം. നിർബന്ധമായിട്ട് നീട്ടേണ്ട മദ്ദാണിത്. ലഹു ഉഖ്റ, ഉഖ്റ. ഓക്കെ, 2 ഹർക്ക നീട്ടിയിട്ട് നമ്മൾ ഇവിടെ നിർത്താം. ഓക്കെ, അപ്പൊ തആസർതും ഫസതുർദിഉ ലഹു ഉഖ്റ. ലഹു എന്നുള്ളതിനെ നീട്ടാൻ ചിലവർ ഈ ഭാഗം ഒന്നും അധികം പ്രാധാന്യം കൽപ്പിക്കാണ്ട് ഷോർട്ടൊക്കെ ലഹു ഉഖ്റ എന്നൊക്കെ പറയും. അത് തെറ്റാണ്. ഇവിടെ എത്ര തന്നെ നീട്ടണം, നിർബന്ധമായി 4 ഹർക്ക അവിടെ നീട്ടണം. ഓക്കെ, ലഹു ഉഖ്റ. ഓക്കെ, വാജിബായിട്ടുള്ള മദ്ദാണ്. അപ്പൊ ഇവിടെ തൊട്ടിട്ട് ഒന്നുകൂടി നോക്കിയേ, വ ഇൻ തൊട്ടിട്ട് ഒന്നുകൂടി. വ ഇൻ തആശർതും ഫസതുർദിഉ ലഹു ഉഖ്റ. ഓക്കെ, ഉഖ്റ എന്ന് പറഞ്ഞിട്ട് നീട്ടോ ഇല്ല, ഹറക്കയിൽ അവിടെ നിർത്താം കേട്ടാ. ഒന്നുകൂടി ഓതി നോക്കാം. വ ഇൻ തആശർതും ഫസതുർദിഉ ലഹു ഉഖ്റ. ഓക്കെ, അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ, അപ്പൊ നമ്മൾ ഇന്ന് 6-ാമത്തെ ആയത്താണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം മുതല് ഒന്ന് ഓതി നോക്കാം അല്ലെ. അൽഹംദുലില്ലാ. അപ്പൊ ഞാന് സ്റ്റോപ്പ് ചെയ്യണേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ സ്ഥലത്തും ബ്രീത്തിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഓരോ സ്ഥലത്ത് ഞാൻ ഇവിടെ നിർത്തി പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ പതുക്കെ നമുക്ക് ഓതി നോക്കാം. മീം ഉജിദിക്കും എന്നുള്ളടത്ത് ഒരു സ്ഥലത്ത് ഞാൻ നിർത്തും. എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടായി ചെയ്യാം, നമുക്ക് ഇവിടെ തൊട്ടിട്ട് വിത്തായി ചെയ്യാം. പിന്നെ അലൈഹിൻ എന്നുള്ളടത്ത് നമുക്ക് നിർത്താം. പിന്നെ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഫഅൻഫിഖു എന്നുള്ളടത്ത് ഞാൻ നിർത്തും. പിന്നെ വീണ്ടും ഫഅൻഫിഖു എന്നിട്ട് നമുക്ക് തുടങ്ങാം. പിന്നെ ഹംലഹുൻ എന്നുള്ളടത്ത് നമുക്ക് നിർത്താം. പിന്നെ കറക്റ്റ് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നിർത്താം, ഇവിടെ നിർത്താം, ലാസ്റ്റ് വരേക്കും. റെഡി അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കൊന്ന് പതുക്കെ പാരായണം ചെയ്ത് നോക്കാം. أسكنوهن من حيث سكنتم من وجدكم ولا تضاروهن لتضيقوا عليهن وإن كن
أولات حمل وإن كن أولات حمل فأنفقوا وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن فإن أرضعن لكم فآتوهن أجورهن وأتمروا بينكم بمعروف وإن تعاسرتم فسترضع له أخرى. അൽഹംദുലില്ലാ. ഓക്കെ, അൽഹംദുലില്ലാ. 4 മിനിറ്റ് കൂടെ ഉണ്ട്. എഗെയിൻ ഒരു തവണ കൂടെ നമുക്ക് ഓതി നോക്കാം കേട്ടാ. ഒരു തവണ ഓതി നോക്കാം ഇൻഷാ അല്ലാഹ്. മിൻ മുജിദിക്കും എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ ഓതി അതേപോലെ തന്നെ എഗെയിൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാം. أسكنوهن من حيث سكنتم من وجدكم ولا تضاروهن لتضيقوا عليهن وإن كن أولات حمل فأنفقوا عليهن حتى يضعن حملهن فإن أرضعن لكم فآتوهن أجورهن وأتمروا بينكم بمعروف وإن تعاسرتم فسترضع له أخرى. الحمد لله ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ. ഇപ്പൊ ഓതുമ്പോ ഒരു എളുപ്പം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ നമ്മൾ പതിയെയാണ് അൽഹംദുലില്ലാ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത്. ഓക്കെ, പെട്ടെന്ന് പോയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ നമുക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടണമെന്നില്ല. കുറേശ്ശെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓതി പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാ സഹോദരിമാർക്കും എളുപ്പം പ്രദാനം ചെയ്യട്ടെ. ഓക്കെ, അൽഹംദുലില്ലാ. ബാറക്കല്ലാഹു ഫീക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ മാലിമ നിങ്ങൾക്ക് അടുത്ത ആയത്തുകളായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവുക. ഇനി എന്ത് ചെയ്യണം എന്നറിയോ? ഇന്ന് നമ്മളിപ്പോ ഈ പഠിച്ച പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റക്കൊന്ന് റിസൈറ്റ് ചെയ്ത് നോക്കാം. ഓടി പോകണ്ട. ഇന്നിപ്പോ ഇത് കഴിഞ്ഞല്ലോ ഉള്ളൂ. ഇനി എല്ലാവരും ഒന്നുകൂടെ പോയിട്ട് എന്ത് ചെയ്യുക? അസ്കിനൂഹുന്ന തൊട്ടിട്ട് തുടങ്ങുക ഉഹ്റാ വരേക്കും. അപ്പൊ നമ്മൾ പഠിച്ചതൊക്കെ വീണ്ടും ഇങ്ങനെ ഓർക്കാൻ പറ്റും. പിന്നെ നമുക്ക് സംശയങ്ങളുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. പഠിക്കാനായിട്ട് നമ്മൾ നല്ല നിയത്ത് വെക്കുക. അള്ളാഹുവെ ഞങ്ങൾക്കിത് ഏറ്റവും ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ വേണ്ടി കഴിയണേ. എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു വ തആലനെ അറിഞ്ഞുകൊണ്ടല്ലേ? അള്ളാഹുവിനോടുള്ള എല്ലാ കാര്യം, അള്ളാഹുവിനോട് നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലാണ് നമുക്കിതൊക്കെ അതേപടി ഹൃദയത്തിൽ സൂക്ഷിക്കാനും അതേപോലെ അടുത്തറിയാൻ വേണ്ടി നമ്മൾ ഖുർആനിനെ ചേർത്ത് നിർത്തുക അല്ലെ? അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടുമ്പോഴല്ലേ നമുക്ക് വിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യാനും അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യാനും അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ഓർത്തോർത്ത് കരയാനും അല്ലെ? ദിക്റുള്ള അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും നമ്മളോട് ഓർത്തിരിക്കാനാ പറഞ്ഞിരിക്കുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ പുണ്യം ഒരുപാടുണ്ട് അല്ലെ? അത്രയും പുണ്യങ്ങളാണ് ഒരു ഹർഫ് ഓതുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നത് അല്ലെ? ഒറ്റ ഒരു അക്ഷരം ഓതുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ എല്ലാ സിസ്റ്റേഴ്സും, നമ്മുടെ അക്കാഡമിയിലുള്ള സിസ്റ്റേഴ്സും മാത്രമല്ല പുറത്തു നിന്നുള്ള സിസ്റ്റേഴ്സ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ കേൾക്കാൻ വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളും എന്ത് ചെയ്യണം? നല്ല വൃത്തിയിൽ തന്നെ തജ്വീദ് റൂൾസ് ഒക്കെ മുറ പോലെ പാരായണം ചെയ്ത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പാരായണം ചെയ്തു തന്നത് അല്ലെ? പഠിപ്പിക്കപ്പെട്ടത്
അതേ രീതിയും നിയമവും മനസ്സിലാക്കി പാരായണം ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ തജ്വീദ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ തജ്വീദ് പഠിക്കുക എന്ന് പറയുമ്പോൾ പല സിസ്റ്റേഴ്സും അല്ലെങ്കിൽ പല ആളുകളുടെ ഉള്ളിലും പല രീതികൾ, പല ചിന്താഗതിയും വരുന്നുള്ളത് മഹാന്മാർ പണ്ഡിതാക്കന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പല ചിന്താഗതികളും അവർക്ക് വരാം. ചിലവർ ചിന്തിക്കുന്നത് സ്വയം അഹങ്കാരം നടിച്ചുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, പഠിക്കാൻ വിമുഖത കാണിക്കും. ഞങ്ങൾക്ക് പഠിക്കണ്ട, അതിപ്പോ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഓതാനുള്ള മടി, ഇതൊക്കെ ഇതിൽ നിന്നും പിന്തിരിയുന്ന ആൾക്കാരെ പ്രത്യേകം കാറ്റഗറൈസ് ചെയ്തിട്ട് പണ്ഡിതാക്കന്മാർ വിവരിച്ചിട്ടുണ്ട്. സ്വയം അഹങ്കാരം നടിച്ചുകൊണ്ട് ചില ആൾക്കാർ മുന്നോട്ട് വരാൻ മടിക്കും. അതുപോലെ തന്നെ സ്വന്തം അഭിപ്രായത്തിൽ മാത്രം ചില ആൾക്കാർ നിൽക്കും. ഞാൻ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ, ഞാൻ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ, ഞാൻ ഇങ്ങനെയാണോ ഓതുള്ളൂ, എനിക്ക് മറ്റു ചില ഓതാൻ പറ്റില്ല. അഭിപ്രായങ്ങള് പണ്ഡിതൻ എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് എന്നതുപോലും അംഗീകരിക്കാതെ ചില ആൾക്കാർ എന്ത് ചെയ്യില്ല, ആ വാശിയിൽ അല്ലെ, അവരുടെ സ്വന്തം അഹന്ത നടിച്ച് അല്ലെങ്കിൽ അഹങ്കാരം നടിച്ച് അവരെന്ത് ചെയ്യില്ല, അത് മാറ്റാൻ തയ്യാറാവാത്ത ഒരു പറ്റം ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്വന്തം സങ്കല്പത്തിലെ കാര്യം മാത്രം ചെയ്യുന്ന ആൾക്കാര്, എനിക്ക് അങ്ങനെ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയും അല്ലെ. അതുപോലെ ചില ആൾക്ക് നല്ല കിബിറുണ്ടായിരിക്കും. പല രീതിയിലുള്ള സ്വഭാവങ്ങൾ കൊണ്ട് മാത്രം വിശുദ്ധ ഖുർആന്റെ പാരായണത്തിൽ നിന്നും ഈ ഒരു പഠനത്തിൽ നിന്നും പിന്നോട്ട് മാറി നിൽക്കുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്ന് ഓതിക്കഴിഞ്ഞാൽ എന്റെ തെറ്റുകൾ അവർ മനസ്സിലാക്കില്ലേ, ഞാന് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അവര് എന്റെ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പ്രയാസം പെടുന്ന ആൾക്കാര്. അതുപോലെ തന്നെ അവസരങ്ങൾ മുന്നിൽ ഉണ്ടായിട്ടും അത് പാടേ നീക്കിയിട്ട് മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന ധാരണയിൽ മാത്രം ആ ഒരു അവസരത്തെ നിഷേധിച്ച് കളയുന്ന ആൾക്കാര്. അപ്പോ ഇതൊക്കെ പ്രത്യേകം പണ്ഡിതാക്കന്മാരെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത്തരം വിഷയങ്ങളൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കി കൊടുത്ത് നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണിത് അല്ലെ. ആർക്കും ഇത് എന്തല്ല, ആരോടും ഇത് പഠിക്കരുതെന്നോ ആരും ഇത് മനസ്സിലാക്കരുതെന്നോ അല്ല, എല്ലാവരോടും പഠിച്ച് മനസ്സിലാക്കി ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ് നമ്മൾ ഓരോ അടിമകളും ഇവിടെ ഇപ്പോ ഉള്ളത് അല്ലെ. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും നല്ലൊരു ലൈഫ് തന്നിട്ടുണ്ടല്ലേ, അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തണം. നമ്മൾ ഇനിയും ആരും നന്നായിട്ടില്ല, ആരും പെർഫെക്റ്റ് അല്ല, ഒരുപാട് നന്നാവാനുള്ള ആൾക്കാരാണ് നമ്മൾ അല്ലെ. ആർക്കാണ് സ്വയം നന്നായി എന്ന് തോന്നിയ ആൾക്കാര് സ്വയം നിരീക്ഷിക്കുക. നമുക്ക് എന്തെങ്കിലും ഹൃദയത്തില് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഞാനെല്ലാം ശരിയായിരിക്കണോ എന്നുള്ള തോന്നൽ വരിക. പകരം എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും തേടിയെടുക്കാനുണ്ട്, ഒരുപാട് ഇൽമ് നമുക്ക് തേടാനുണ്ടെന്ന ഒരു പഠിതാവിന്റെ മാത്രമല്ല ഒരു ശരിക്കും ഒരാളുടെ ഉള്ളിൽ അല്ലെ തോന്നാൻ പാടുള്ളൂ. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൊക്കെ അങ്ങനെ തോന്നാൻ പാടില്ല. അതെ, ഞാൻ ഇതൊക്കെ പഠിച്ചിരിക്കണോ, എനിക്ക് ഇനിയൊന്നും പഠിക്കാനില്ല, ഇത്ര അത്യാവശ്യമൊക്കെ തജ്വീദ് അറിയാലോ, ഇങ്ങനത്തെ ധാരണ അല്ലെ. അത്യാവശ്യമൊക്കെ അറിയാം, കുറച്ചൊക്കെ ഓതാൻ അറിയാം, കുറച്ച് ഓതാനല്ല അറിയേണ്ടത്, വൃത്തിയിൽ ഓതാൻ അറിയണം, ഒരു തെറ്റും കൂടാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഇവ എന്ന ധാരണയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കൊക്കെ നമ്മൾ സ്വയം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്. നല്ല നല്ല തസ്കിയ ക്ലാസ്സുകൾ കേൾക്കുക, നമ്മുടെ സമയം നല്ലതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, നല്ല സാഹചര്യങ്ങളിൽ മാത്രം ചെന്നിരിക്കാൻ തയ്യാറാവുക, നല്ലവരോട് മാത്രം ഇടപഴകാൻ തയ്യാറാവുക, മോശമായിട്ടുള്ള എല്ലാ സംസാരങ്ങളിൽ നിന്നും നമ്മുടെ ദുനിയാവിൽ നടക്കുന്ന എല്ലാ ഫിത്നകളും സംസാരങ്ങള് കോട്ടങ്ങള് മറ്റുള്ളവരെ കുറിച്ച് പറയാ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ തെറ്റായിട്ട് ഒരു ആവശ്യമില്ലാതെ ഒരാൾക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ നാവിനെ നമ്മൾ തടുത്തു വെക്കണം. എന്നിട്ട് നമ്മൾ സൂക്ഷ്മത പുലർത്തിയാല് നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് താനേ ഈ സംഭവങ്ങൾ അല്ലെ, നമ്മൾ എല്ലാ നന്മകളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. വിശുദ്ധ ഖുർആൻ ഏറ്റവും ശുദ്ധിയുള്ള മനസ്സിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. പഠനം പോലും അല്ലെ, ഈ ഒരു ഖുർആനിലേക്ക് നോക്കിയിരിക്കുന്നത് പോലും എന്തോരം പുണ്യമുള്ള കാര്യമാണ് അല്ലെ. ചില ആൾക്കാർ ഓതാൻ വേണ്ടി ഭയങ്കര വിഷമിച്ചിട്ടൊക്കെ ഇരിക്കും, എനിക്ക് ഓതാൻ കഴിയുന്നേ ഇല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. കാരണം അക്ഷരങ്ങള് അവർക്ക് മനസ്സിലാവാതെ കുറേ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു ശൈലിയിലൊക്കെ പഠിക്കുന്ന കുറേ ആൾക്കാരും ഉമ്മമാരൊക്കെ അല്ലെ. പക്ഷെ അതൊന്നും നിങ്ങൾ ഇരുന്ന് നോക്കിയേ, അപ്പൊ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് ശരീരവും മനസ്സൊക്കെ ആകെ സമാധാനത്തിലേക്ക് പോകുന്ന മാതിരി തോന്നും അല്ലെ.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അപ്പൊ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് അല്ലെ വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുക, അതുപോലെ നമ്മൾ അത് ഉറ്റ് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ വലിയ വലിയ അനുഗ്രഹങ്ങളിൽ പെട്ടിട്ടുള്ളതാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ശരിയായ രീതിയിൽ എൽമെടുക്കാനും അത് നമുക്ക് പ്രാവർത്തികമാക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല എന്നെയും നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. الحمد لله. الحمد لله. بارك الله فيكم sisters. الحمد لله. السلام عليكم ورحمة الله وبركاته.